എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ജീവിത യാഥാർത്ഥ്യം അറിയാനും ഉൾക്കൊള്ളുവാനും ഞാൻ ശ്രമിച്ചിരുന്നു. ഈ ജീവിതയാത്രയിൽ അനേകം ഗുരുക്കന്മാരെ കാണാനും അവർക്ക് ലോകത്തിന് നൽകാനുള്ള സന്ദേശം അറിയാൻ ഞാൻ എക്കാലവും ശ്രമിച്ചിട്ടുണ്ട്. സത്യത്തെ തേടിയുള്ള അന്വേഷണത്തിൽ കേവലം അറിവിനുമപ്പുറം അനുഭവത്തിൻ്റെ തലവും കൂടിയുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നു. യാദൃശികമായിട്ടാണ് എൻ്റെ സുഹൃത്ത് മാത്യുവിൽ നിന്ന് ശ്രീ അഘോരി മഹാരാജ് എഴുതിയ തൂ ഹി തൂ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ ലഭിക്കാനിടയായത്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുവിനെ കാണാൻ അതിയായ മോഹം തോന്നി. ആശ്രമമായി ബന്ധപ്പെട്ടപ്പോൾ മഹാരാജനെ കാണാൻ അവസരം ലഭിച്ചു. അങ്ങനെ മാത്യുവുമായി തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പുലർച്ചെ തന്നെ യാത്ര തിരിച്ചു. ആലപ്പുഴയിലെ മങ്കൊമ്പ് ദേവി ക്ഷേത്രത്തിന് സമീപത്താണ് ആനന്ദാം ആശ്രം സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം, ഞാൻ ശ്രുതി ശ്രീധർ. എന്റെ കൂടെ മാത്യു പരേര. ഞങ്ങൾ ഇന്നിവിടെ ആലപ്പുഴ മങ്കൊമ്പ് ആനന്ദാം ആശ്രമത്തിലാണ്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ആശ്രമത്തിലെ ഗുരുജിയായ അഘോറി മഹാരാജുമായിട്ട് ഒരു ദിവസം മുഴുവൻ സമയം ചെലവഴിക്കാൻ ഞങ്ങൾക്കും നിങ്ങൾക്കും അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഹാരാജനെ പരിചയപ്പെടാം അല്ലേ? തീർച്ചയായും. ആനന്ദാശ്രമത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് അഘോര വൈദ്യനാഥ മഹാദേവ ക്ഷേത്രം. ചരിത്രപരമായി കാക്കളം കാവിൽ ഒരു ശിവലിംഗം ആരാധിച്ചു വന്നിരുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അധിനിവേശങ്ങൾ കാരണം ഈ ശിവലിംഗം നശിക്കപ്പെട്ടു. അതേ സ്ഥാനത്ത് പിന്നീട് പുതിയൊരു ശിവലിംഗം പുനഃപ്രതിഷ്ഠ ചെയ്യുകയായിരുന്നു. നർമ്മദാ നദീതീരത്ത് നിന്നുള്ള ശിലയിൽ നിർമ്മിതമായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗുരുപൂജയിൽ അഘോര വൈദ്യനാഥ മഹാദേവ പ്രതിഷ്ഠയിലാണ് അർപ്പണങ്ങളും പുഷ്പാർച്ചനയും നടത്തുന്നത്. ഈ സമയത്ത് ഞങ്ങൾക്കും ശിവലിംഗത്തിൽ ജലധാര ചെയ്യുവാനുള്ള അവസരം ലഭിച്ചു. वस्त्रं समर्पयामि अखण्डमतीतं गगनसदृशं अनञ्जनशलाकया. ഗുരുപൂജയ്ക്ക് ശേഷമാണ് ചാമുണ്ഡി ഹവനം നടന്നത്. പ്രത്യേക ഔഷധങ്ങൾ കൊണ്ട് തയ്യാറാക്കിയ ഹവന ചൂർണമാണ് അഗ്നിയിൽ അർപ്പിക്കുന്നത്. ഹവനകുണ്ടത്തിൽ നിന്ന് ഉയർന്ന് നമ്മെ മൂടി നിൽക്കുന്ന ധൂമം ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആനന്ദത്തിൽ ലയിപ്പിച്ചു. താന്ത്രികവും വൈദികവുമായ രീതികളുടെ സമന്വയമാണ് ഈ ആചാരങ്ങൾ. अशेषगाय प्रसदान മഹാരാജ്, പ്രത്യേകിച്ച് ഇപ്പോൾ കുംഭമേളയൊക്കെ വന്ന സമയത്താണ് അഘോരികളെ കുറിച്ച് കൂടുതൽ ജനങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ ഭൂരിപക്ഷം ആൾക്കാരും അഘോരി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ഇങ്ങനെ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഭത്സമായ രൂപവും ചുടലമാലയും അങ്ങനെയൊക്കെ ഉള്ള ഇത് വെച്ചിട്ടാണ്. ഞാനും അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അങ്ങേ കണ്ടതിന് ശേഷവും അങ്ങേ മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷവും ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അഘോരിയാണ് എന്ന് മനസ്സിലായി. അപ്പൊ ഈ വ്യത്യാസം എങ്ങനെയാണ്, യഥാർത്ഥത്തിൽ എന്താണ് അഘോരി എന്ന് ഉദ്ദേശിക്കുന്നത്?
അഘോരി എന്നാൽ ഇന്ന് നമ്മൾ എന്തോ ഭയപ്പെടുത്തുന്ന സാധനമാണ് എന്ന് വിചാരിച്ചെങ്കിലേ കുറച്ച് കാര്യങ്ങൾ ഈ ചോദ്യം മനോഹരം തന്നെയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട അല്ലെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആൾക്കാർ അഘോരികളാണെന്ന് തോന്നുന്നു. കുംഭമേളയ്ക്ക് പോയി ആൾക്കാർ, ഞാൻ പറയുന്ന പലതും ഒരുപക്ഷെ കോൺട്രഡിക്ഷൻ ഉണ്ടാക്കിയേക്കാം. നമ്മൾ ഇന്നുള്ള പൊതുവുള്ള വിശ്വാസം, അതിൽ നിന്ന് വിപരീതമാണ് സത്യം. സത്യത്തെ ആർക്കും വേണ്ട. ഇങ്ങനെ ഭയപ്പെടുത്തുന്ന കഥകളൊക്കെ മനുഷ്യന് വളരെ വളരെ എന്റർടൈനിങ് ആണെന്ന് തോന്നുന്നു. ഇന്ന് ഭയപ്പെടുത്തുന്ന സിനിമകൾ, മിസ്റ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യനെ വല്ലാണ്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ ഒരു കാര്യമാണോ വെച്ചാൽ അല്ല. പണ്ട് കാലത്തും ഇത്തരം കഥകളും കാര്യങ്ങളൊക്കെ ധാരാളം പ്രചരിച്ചിരുന്നു. ഈ അഘോര സമ്പ്രദായം എന്ന് പറയുന്നത് ഭക്കഡ് ബാബ എന്ന് കേട്ടിട്ടുണ്ടോ? ഒന്ന് സാമ്പ്രദായിക സന്യാസ രീതികൾ, ഒന്ന് ഭക്കഡ്, അത് അലഞ്ഞു തിരിഞ്ഞ് ആരുമായിട്ട് ബന്ധമില്ലാതെ സ്വന്തം സ്വാതന്ത്ര്യം മാത്രം ഉദ്ഘോഷിച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ട് നടക്കുന്ന ആൾക്കാർ. അതിലാണ് പല സമ്പ്രദായങ്ങളും വരുന്നത്. സാമ്പ്രദായിക സന്യാസം അല്ലെ സാമ്പ്രദായിക രീതികൾ, ശങ്കരാചാര്യരുടെ വഴികൾ, ദക്ഷിണാമി സമ്പ്രദായം, ഇതിലൊന്നും പെടാത്ത ആൾക്കാരാണ്. ഒന്ന് ശാന്തമായിട്ട് ചിന്തിച്ചു നോക്കിയേ. എന്താ എല്ലാവരും അന്വേഷിക്കുന്നത്? ശാന്തിയല്ലേ. ആ ശാന്തിയെ പ്രാപിക്കാൻ സാമ്പ്രദായിക സന്യാസവും നല്ലത് തന്നെ, അതോടൊപ്പം തന്നെ ഭക്കഡ്, ഇത്തരം കരതല ഭിക്ഷ, തരുലതവാസ എന്ന രീതിയും ശരി തന്നെ. പക്ഷെ ഓരോരുത്തരുടെ മനസ്സിന് അനുസരിച്ചായിരിക്കാം അവരവരുടെ പന്ഥ് അല്ലെ അവരവരുടെ പാത സ്വീകരിക്കപ്പെടേണ്ടത്. ഇതിൻ്റെ അകത്ത് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വെച്ച് മുണ്ഡമാല്യങ്ങൾ ധരിച്ചവൻ അല്ലേ, ശ്മശാനേ വസന്തം മനോജം ജഹന്തം ഇങ്ങനെയൊക്കെ പറയും. ശ്മശാനത്തിൽ വസിക്കുക, മനസ്സിൽ ജന്യമായ വിചാരങ്ങളെ നശിപ്പിച്ച് കളയുന്നവൻ, കാമദേവനെ നശിപ്പിച്ചവൻ, ഇങ്ങനെയൊക്കെയല്ലേ ശിവനെ പറ്റി പറയുക. കപാലം ധരിച്ചവൻ അഘോരി അല്ലേ, ശവത്തെ ഭക്ഷിക്കുന്നവൻ. ഇതിന്റെയൊക്കെ അർത്ഥം അങ്ങനെ തന്നെയാണോ നിങ്ങൾ എടുക്കേണ്ടത്? ഇതാണോ ഇതിന്റെ അർത്ഥം? അപ്പൊ നിങ്ങളുടെ ആരാധ്യദേവനായ ശിവൻ ഇത്ര വൃത്തികെട്ടവനായിട്ടാണോ നിങ്ങൾ കരുതുന്നത്? ഇത്ര മോശമായിട്ടാണോ നിങ്ങൾ ധരിക്കുന്നത്? ശരിയാണ്, അഘോരത്തിൽ വൃത്തിയോ വൃത്തികേടുകളോ ഇല്ല. മലം തന്നെ ഫലമാകുന്നു, ഫലം തന്നെ മലമാകുന്നു. സ്വശരീരത്തെ ഭക്ഷിക്കുന്നവനാണ്. സ്വശരീരമാണല്ലോ പ്രകൃതി. ആ പ്രകൃതിയെ ഭക്ഷിക്കുന്നവനാണ് അഘോരി. ഇനി വേറെ തലത്തിൽ കൂടെ മനസ്സിലാക്കി ശാന്തമായിട്ട് നോക്കൂ. അഘോരം എന്ന പദത്തിന്റെ അർത്ഥം എന്താ? ഘോരം എന്നാണോ? അതിന് വിപരീതം എന്നല്ലേ? ശാന്തം, സൗമ്യം, സ്വാഭാവികം, പ്രാകൃതികം എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. അതും പ്രകാരം ഒന്ന് നോക്കിക്കേ, കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് കണ്ടേ. കപാലം ധരിച്ചവൻ എന്നാൽ അർത്ഥം എന്താണ്? കപാലം വെച്ചാൽ തലയോട്ടിയെ ധരിച്ചവൻ എന്ന് വെച്ചാലോ തല കാലിയായവൻ അർത്ഥം. പിന്നെ തലയോടല്ലേ ഉള്ളൂ ഇവിടെ. ചിന്തകൾ ഒതുങ്ങിയവൻ, നിശബ്ദനായവൻ, അവനാണ് അതല്ലേ ശിവാവസ്ഥ. ഇനി മുണ്ഡമാലമോ? കഴുത്തിൽ തലയോട്ടിയിട്ട് ഇരിക്കുന്നതാണ് അർത്ഥം. ശിഷ്യന്മാര് അവരുടെയും തലയ്ക്കകത്തൊന്നും ഇല്ലാണ്ടായി. കാരണം എന്താ? അവരുടെയും തലയ്ക്കകത്ത് ചിന്തകൾ ഒതുങ്ങിയവർ, ശാന്തരായവർ, ആനന്ദാനുഭൂതി നേടിയവർ, ഇത്തരം ശിഷ്യന്മാരായിരിക്കും അഘോരിപ്പിച്ചിട്ടുണ്ടാവുക. അല്ലെ ശിഷ്യരെ അങ്ങനെ ആക്കി തീർത്തിരിക്കും അഘോരി. ഇനി നാരായണ ഗുരുദേവനും പാടിയിട്ടില്ലേ, എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ. സർവ്വ ഇന്ദ്രിയങ്ങൾക്ക് നാശം വരുത്തി നീ എന്നെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. നിന്റെ പ്രേമത്തിൽ ഞാൻ നിന്റെ അടുത്ത് വന്നു, നീ എന്താ എന്നോട് ചെയ്തത്? നീ എന്നെ ഇല്ലാതാക്കി തീർത്തു. നീ ഇല്ലാതായ പിന്നാരാ ഉള്ളത്? ഉള്ളത് മാത്രം, സത്യം മാത്രം, ശിവം മാത്രം വിശേഷിക്കുന്നു. ശിവസ്വരൂപനാണ് അഘോരി. ശ്മശാനേ വസന്തം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ശ്മശാനത്തിൽ വസിക്കുന്നവൻ അല്ലേ. എല്ലാം കത്തിച്ചാരമായാൽ, ഈ ലോകത്ത് കാമ സ്വരൂപം ഇല്ലാണ്ടായാൽ ബാക്കി എന്താ ഉള്ളത്? ചാരം മാത്രം.
അതായത് സാരം മാത്രം അവശേഷിക്കുന്ന അവസ്ഥയാണ് ശിവാവസ്ഥ. ഈ പ്രപഞ്ചം മൊത്തമേ ശിവന് ശ്മശാനമാണ്. കപാലധാരിയാണവൻ, മുണ്ഡമാല്യനാണവൻ. അവൻ ഒന്നിനോടും ബന്ധമില്ലാതെ സ്വതന്ത്രനായിട്ട് ചരിക്കുന്നവൻ. അതാണ് അവന്റെ അവസ്ഥ. പക്ഷെ അവൻ താഴോട്ട് ഇറങ്ങുമ്പോഴോ, മനസ്സിലേക്ക് ഇറങ്ങുമ്പോഴോ ശക്തി അവന്റെ സ്വന്തമല്ലേ. കാമദേവനെ അവൻ ഒറ്റ നോട്ടം കൊണ്ട് ദഹിപ്പിച്ചവനാണ്. ഏത് വിചാരത്തിലും കേവലം ഒരു നോട്ടം കൊണ്ട് അവനെ നശിപ്പിക്കാൻ സാധ്യമാണ്. ആ പ്രകൃതി അവന് മറക്കാൻ പറ്റുമോ? പ്രകൃതി അവന്റെ പ്രണയിനിയല്ലേ. ശക്തി അവന്റെ സ്വരൂപമായിട്ട് ചേർന്നിരിക്കുന്ന അവന്റെ മനസ്സല്ലേ. അവളെങ്ങനെ മറന്നു കളയാൻ പറ്റുമോ? അർദ്ധാംഗിണിയല്ലേ അവള്. അവളിലേക്ക് ഇടയ്ക്കൊക്കെ അവൻ ഇറങ്ങി വരില്ലേ. അവൻ അവളെ ആശ്ലേഷിക്കുന്നു, അവൻ അവളെ അഗാധമായി പ്രണയിക്കുന്നു. അവളുമായി ചേരുമ്പോൾ ഈ സമസ്ത പ്രപഞ്ചവും രൂപമെടുക്കുന്നു. ഇതല്ലേ അഘോരാവസ്ഥ. അതിനു പകരം ശവത്തെ ഭക്ഷിക്കുക, ശവമായിട്ട് ശരീരമായിട്ട് ഭോഗം ചെയ്യുക, ശവത്തിന് നെഞ്ചത്തേക്ക് ഇരുന്ന് സാധന ചെയ്യുക, കണ്ട മാലിന്യങ്ങളൊക്കെ ധരിച്ച് അകത്തുള്ള വിചാരങ്ങൾ സർവത്ര ചലിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണോ അഘോരാവസ്ഥ? ഇതൊക്കെയാണോ അഘോരി എന്ന് പറയുന്നത്? ഞാൻ ആരെയും കുറ്റം പറയല്ല. അങ്ങനെ സാധന ചെയ്യുന്നവർ ചെയ്തോട്ടെ. അത് സാധകാവസ്ഥയിൽ പലരും പലതും കാണിക്കാറുണ്ട്. ഭ്രാന്താവസ്ഥയത്. സാധുവായാലോ അപ്പോഴും അങ്ങനെയാണോ? സാധന ചെയ്തുകൊണ്ടിരിക്കലാണോ സാധുവിന്റെ പണി? സാധനങ്ങളൊക്കെ ഒതുങ്ങി ധർമ്മം മാത്രം അവശേഷിച്ചവനാ സാധു. ഇനി സർവ്വതും ഇല്ലാണ്ടാവുമ്പോൾ, സർവ്വവിചാരങ്ങളും പൂർണ്ണമായും സർവ്വകർമ്മങ്ങളും അവശേഷിക്കാതിരിക്കുമ്പോൾ, സമ്പൂർണമായി നശിക്കുമ്പോൾ അവന്റെ അവസ്ഥയാണ് സന്ത്. ശാന്തനായവനാരോ അവൻ സന്ത്. ഇങ്ങനെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? അർത്ഥഹീനമായി നീ കാണപ്പെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അതുപടി വിശ്വസിച്ച് ഇത്തരം സാധനങ്ങളാണ് അഘോരികൾ എന്ന് ധരിച്ചാൽ വിചിത്രം തന്നെയാണ്. ഒരു കാലത്ത് ഇതൊക്കെ വല്ലാണ്ട് ക്ഷയിച്ച് ഇതെല്ലാം തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. കാപാലിക സമ്പ്രദായത്തിൽ നിന്നാണ് അഘോരം ഉണ്ടാവുന്നത്. അഘോരം സത്യം പറഞ്ഞാൽ സമ്പ്രദായികമായിട്ട് വന്നപ്പോൾ കാപാലികന്മാർ അതിഭീകരന്മാരായിരുന്നു. അവരിത്തരം ഭീകര പ്രവർത്തികളൊക്കെ ചെയ്യുമായിരുന്നു. ആ കാപാലികരെയാണ് നിങ്ങൾ ഇന്ന് അഘോരികളായിട്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നത്. അവർ അഘോരികളല്ല, അവർ ഘോരികളാണ്. ഇത് മനസ്സിലാക്കുക. അതവരുടെ ഇഷ്ടം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് ഈ അവസ്ഥയെ പ്രാപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അപ്പോൾ മാത്രമേ നമ്മളിലേക്ക് സ്വാഗതമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് സുഖകരമായിട്ട് ജീവിക്കുക. എല്ലാവരും സന്തോഷവാന്മാരാവട്ടെ, ആനന്ദവാന്മാരാവട്ടെ, പ്രേമഭരിതരാവട്ടെ, ശാന്തി അനുസ്വരിക്കട്ടെ. ഇതൊക്കെ അഘോരിക്ക് പറയുവാനുള്ളൂ. മഹാരാജ്, അഘോരി സന്യാസികൾ പൊതുവെ ഇങ്ങനെ നടക്കുന്ന പല സ്ഥലങ്ങളിൽ വ്യാപരിച്ച് നടക്കുന്ന ഒരിതായിട്ടാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ ഒരു വൈദ്യൻ കൂടെയായ അങ്ങ് എന്തുകൊണ്ടാണ് ഈ കുട്ടനാട്ടിൽ വരികയും ഇവിടെ ഒരു ആശ്രമം പണിയുകയും? എന്താണ് സത്യത്തിൽ അങ്ങയുടെ മിഷൻ, അങ്ങയുടെ കർമ്മ പദ്ധതികൾ എന്തൊക്കെയാണ്? ഒന്ന് വിശദീകരിച്ചാൽ. ഘോര സന്യാസി എന്ന് പറഞ്ഞാൽ അഘോര സാധകൻ എന്ന് പറയുന്നതായിരിക്കും. സന്യാസം എല്ലാവർക്കും ഒരേ അവസ്ഥയാണ്. ഘോര സാധകൻ എന്ന് വിളിക്കാം. എന്താണ് എൻ്റെ മിഷൻ എന്ന് ചോദിച്ചാൽ, ഞാനില്ലാണ്ടാവുമ്പോഴാണല്ലോ നമ്മുടെ ശരീര മനസ്സുകളെ ഗുരു ഉപയോഗപ്പെടുത്തുന്നത്. എനിക്ക് യാതൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഹിമാലയത്തിലോ ഹിമാലയ ഗഹൂരങ്ങളിലോ എവിടെങ്കിലും ശരീരത്തെ ഉപേക്ഷിച്ച് ഇവിടെ നിന്നില്ലാണ്ടാവണം എന്നൊരൊറ്റ ആഗ്രഹമായിട്ടാണ് ഇവിടുന്ന് പോയത്. പക്ഷേ ഗുരു നിർദ്ദേശിച്ചു, പോയിട്ട് ഉണ്ടാവാനാ, എവിടെ പോവാനാ? ആരോഗ്യമുണ്ടല്ലോ, കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇതിനെ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നില്ല? ഈ ശരീരത്തെ മനുഷ്യന് ഉപകാരമാകുന്ന രീതിയിൽ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല? അല്ലാതെ പോയിട്ട് എന്ത് നേടാനാ? അല്ലെ ഇപ്പം ചെയ്തിട്ട് എന്ത് നഷ്ടപ്പെടാനാ? ഇത്യാദി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഗുരു എന്നോട് പറഞ്ഞു, നാട്ടിലേക്ക് തിരിച്ചു പോവുക. ഗുരുവിൻ്റെ സമീപത്തിൽ നിന്നും പോകാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറഞ്ഞല്ലേ അനുസരിച്ചേ പറ്റൂ. തെരി മർജി പൂരൻ ഹോ എന്നുള്ളതാണ് നമ്മുടെ മന്ത്രം. നിന്ദിച്ച നടക്കട്ടെ എന്ന്. അങ്ങനെ വന്നു. പിന്നെ വേറൊരു രഹസ്യം കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ പ്രിയപത്നിയെ അഗാധമായി പ്രണയിച്ചിരുന്നു എക്കാലത്തും.
ആ പ്രണയം എനിക്കൊരിക്കലും നഷ്ടപ്പെട്ടിട്ടില്ല. പ്രണയത്തിൻ്റെ തീവ്രത ഇന്നും കൂടി വരുന്നതല്ല, അതൊട്ടും കുറയുന്നില്ല. അതും ഒരു കാരണമാണ്. പക്ഷേ ഗുരു ആദേശമാണ് എന്നെ സംബന്ധിച്ച് പ്രധാനം. ഇന്നിപ്പോൾ ഗുരു എന്നോട് പറയുകയാണ് വരിക എന്ന് വിളിച്ചാൽ ഞാൻ ഇറങ്ങിപ്പോകും. ഇന്നിപ്പോൾ എന്നോട് പറഞ്ഞിരിക്കുന്നു ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, എന്നൊക്കെ ചെയ്യാൻ പറഞ്ഞു. ആ ഗുരുവിൻ്റെ ആദേശം അനുസരിച്ച് പ്രവർത്തിച്ചൊന്നുമല്ല, ഞാൻ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഞാൻ ആശ്രമം ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഈ ആശ്രമ കൺസെപ്റ്റ് എനിക്ക് വളരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കെട്ടിടങ്ങളുണ്ടാക്കി മനുഷ്യർ വരിക, അവിടെ താമസിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നതിനെ ഞാൻ വളരെ പരമപുച്ഛത്തോടെ വീക്ഷിച്ചിരുന്ന ഒരാളാണ് ഞാൻ. ഇന്ന് പക്ഷേ എൻ്റെ ഗുരു നിശ്ചയമാണ്, ഗുരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഗുരു ആദേശമാണ്. അതിന് വേണ്ടി ഞാനിവിടെ വന്നിരിക്കുന്നു. വൈദ്യവൃത്തി എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം മനുഷ്യൻ്റെ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ അനുഭവിക്കുന്നത് ശാരീരിക മാനസിക പ്രശ്നങ്ങളാണല്ലോ. അത് ബാഹ്യ കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നു, ആന്തരിക കാരണങ്ങൾ ഉണ്ടാവുന്നു. മനസ്സിനെ സംബന്ധിച്ചുള്ളതും ശരീരത്തെ സംബന്ധിച്ചുള്ളതും ഇങ്ങനെ പലതരത്തിൽ വേർതിരിക്കാറുണ്ട്. എന്ത് തന്നെയായാലും ഇന്ന് എല്ലാ തരത്തിൽ മനുഷ്യൻ വല്ലാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ടാവണം അഘോരതന്ത്രത്തിലെ ചില വിധികൾ, അതായത് നമ്മുടെ ആധാരചക്രങ്ങളെ കർമ്മമണ്ഡലങ്ങളിൽ നിന്നും ഉണ്ടായ രോഗങ്ങൾ, അത് കാർമ്മിക രോഗങ്ങൾ എന്ന് പറയും, അത്തരം ചികിത്സകളെ പ്രത്യേകിച്ചും ചെയ്യാനായി എൻ്റെ ഗുരു എന്നോട് ആവശ്യപ്പെട്ടു, വൈദ്യനായിരിക്കാൻ ആവശ്യപ്പെട്ടു. അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അതിന് അധ്യാത്മ മണ്ഡലത്തേക്ക് താല്പര്യമുള്ളവർ വളരെ കുറവാണ്. പക്ഷേ എല്ലാവർക്കും തന്നെ ആരോഗ്യവും ശാന്തിയും സമാധാനവും ആവശ്യമുണ്ടല്ലോ. അങ്ങനെ ഉള്ളവർ അന്വേഷിച്ച് വരാറുണ്ട്. ഈ ദേശത്ത് മാത്രമല്ല, ദേശവിദേശങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ സകല ഭാഗത്തു നിന്നും ആൾക്കാർ വരാറുണ്ട്. അവരിരിക്കാറുണ്ട്, എന്നോടൊപ്പം സഹവസിക്കാറുണ്ട്. ചിലരൊക്കെ 1-2 മാസവും താമസിക്കാറുണ്ട്. നാട്ടിൽ നിന്ന് വരുന്നവരെ ഞാൻ കുറച്ച് ദിവസമേ പൊതുവിൽ നിർത്താറുള്ളൂ. 3 ദിവസം 5 ദിവസമൊക്കെ ഇവിടെ എൻ്റെ കൂടെ നിന്ന് പല കാര്യങ്ങളും ഗ്രഹിച്ച് പലതരത്തിലുള്ള അവരുടെ സംശയങ്ങൾക്ക് നിവൃത്തി വരുത്തി അവർക്ക് ആവശ്യമുള്ള ഔഷധങ്ങൾ ആഹാര രൂപേണ തയ്യാറാക്കി, അങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. തയ്യാറാക്കി അവരോടൊപ്പം തന്നെ അവർക്ക് വേണ്ടുന്ന വിഷയങ്ങൾ പഠിപ്പിച്ച് ധ്യാനമോ സാധനാദി കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രാണായാമോ മറ്റുള്ള വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാറുണ്ട്. കൂടാതെ ചിലർക്ക് പ്രത്യേകിച്ച് ജീവിതത്തിൽ ലക്ഷ്യബോധമില്ലാത്തവർ, കുട്ടികൾ, പ്രത്യേകിച്ചും യുവതലമുറ, ലക്ഷ്യബോധമില്ലാത്ത കുട്ടികളെ അവരുടേതായ ക്യാരക്ടറിനനുസരിച്ചുള്ള ഓരോരുത്തരും ഗുണത്തെപ്പറ്റി ഞാൻ പറഞ്ഞില്ലേ, ആ ഗുണത്തിനനുസരിച്ചുള്ള ഒരു മേഖലകളിലേക്ക് അവർ ഉറങ്ങിക്കിടക്കുന്ന ആ ദേവതാദി ശക്തികളെ ഉണർത്തിയെടുത്ത് വിടുന്ന ഒരു പരിപാടി അല്ലെ ഒരു പ്രക്രിയ, അത് താന്ത്രിക മണ്ഡലത്തിൽപ്പെട്ടതാണ്. എൻ്റെ യഥാർത്ഥ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഘോരതന്ത്രം. അതിലൂടെ യോഗം എന്ന് വെച്ചാൽ സ്ഥിതി, ശാന്തമായ സ്ഥിതിയിൽ എത്തിച്ചേരാനുള്ള മാർഗമാണിത്. അപ്പോൾ അതൊക്കെ അഭ്യസിപ്പിക്കാറുണ്ട്. യുക്തരായവരെ നമ്മുടെ ഈ പൂജാതി കാര്യങ്ങൾ, നമ്മുടെ സാധനാതിക്രമങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കാറുണ്ട്. ആയുർവേദം, അതിൻ്റെ ചികിത്സകൾ, വിധികൾ പഠിപ്പിക്കാറുണ്ട്. കൂടാതെ ജീവിതത്തിലെ മോട്ടിവേഷനൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കും, ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന തരത്തിലുള്ള തലമുറകൾ, അഡിക്ഷൻ, പലതരം മരുന്നുകൾക്കും പലതരം ഈ പറഞ്ഞ മയക്കമരുന്നുകൾക്കും അടിമയായിട്ടുള്ള കുട്ടികൾ, പലവിധ വിചാരങ്ങൾ, ഈ കൂടാതെ ആധ്യാത്മിക രോഗങ്ങൾ, കുണ്ടലിനി സിൻഡ്രം ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. സാധനാദി വിഷയങ്ങളൊക്കെ ചെയ്ത് കുട്ടികളൊക്കെ വഴിപിഴച്ചു പോകുന്നു. കുറേയേറെ പേര് ഡ്രഗ്സിൽ അടിമയാവുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ടുണ്ട്. ഇതൊന്നും ഒരു മാസ് സ്കെയിലല്ല, ഓരോരുത്തർക്കും ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ളൊരു പ്രോഗ്രാം. അങ്ങനെയൊക്കെ നമ്മളിവിടെ ചെയ്യാറുണ്ട്. വന്നാൽ മാത്രമേ ചെയ്യാറുള്ളൂ. വന്നാൽ തന്നെയും യോഗ്യരായവരെ മാത്രമേ, നമ്മോട് ചേർന്ന് പോകാൻ പറ്റുന്നവരെ മാത്രമേ ചെയ്യാറുള്ളൂ. എല്ലാവർക്കും വേണ്ടി ഒരു തുറന്ന ഒരു സ്ഥലമല്ലിത്, ഒരു തുറന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനല്ല ഇത്. അങ്ങനെ യോഗ്യരും യുക്തരും അതിലേക്ക് മനസ്സ് കൊണ്ടുപോകുന്നതും ആഗ്രഹിക്കുന്നവരും ബലിഷ്ഠരാവാൻ, മനസ്സുകൊണ്ട് ശരീരം ബലിഷ്ഠരാവാൻ ആഗ്രഹിക്കുന്നവർക്കും അതിലേക്ക് തയ്യാറാവുന്നവർക്കും മാത്രമുള്ള സ്ഥലം. അതാണ് എൻ്റെ കർമ്മമണ്ഡലം, അതാണ് എൻ്റെ പ്രവർത്തന മണ്ഡലം. അതിനെ ഞാൻ ആനന്ദാം എന്ന് വിളിക്കുന്നു, ആനന്ദത്തിൻ്റെ ഇരിപ്പിടം. മഹാരാജ്, മറ്റൊരു വളരെ കൗതുകം ഉണർത്തുന്നതും അതിശയം ഉണർത്തുന്നതുമായിട്ടുള്ളൊരു പേര്, മഹാരാജ് എന്നുള്ള നാമധേയം അങ്ങേക്ക് എങ്ങനെയാണ് കിട്ടിയത്? അതിൻ്റെ പിന്നിലെ സിഗ്നിഫിക്കൻസ് എന്താണ്? എൻ്റെ ഗുരുക്കന്മാരൊക്കെ ചക്രവർത്തിമാരാ. അപ്പോൾ കുറഞ്ഞ പക്ഷം ഞാനൊരു മഹാരാജെങ്കിലും ആവണ്ടേ. ആനന്ദത്തിൻ്റെ ചക്രവർത്തിമാർ, ആരോടും തെണ്ടി തിന്നുന്നവരല്ല ഞങ്ങൾ. ഞങ്ങൾക്ക് വേണ്ടത് പ്രകൃതി ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരാറുണ്ട്. ഇപ്പോഴും അധ്വാനിച്ച് തന്നെ ജീവിക്കുന്നവരാണ് ഞങ്ങൾ. അല്ലാതെ അത് താടാ ഇത് താടാന്ന് പറഞ്ഞ് ആരുടെയും ഡൊണേഷൻ തപ്പി പോകാറില്ല. ആരെങ്കിലും തന്നാൽ വാങ്ങും.
ബാക്കിയുള്ളതൊക്കെ വൈദ്യവൃത്തി, ഞാനൊരു വൈദ്യനാണെന്നറിയാമല്ലോ, വൈദ്യവൃത്തി കൊണ്ടും മറ്റു കാര്യങ്ങൾ ചെയ്തും അധ്വാനിച്ച് ജീവിക്കുന്നവരാണ്. നല്ല തൂമ്പ എടുത്ത് കിളയ്ക്കും. അതുകൊണ്ട് സ്വയം നോക്കുന്നവരെ, സ്വന്തം മനസ്സിൽ നിയന്ത്രണമുള്ളവരെ, സ്വന്തം ജീവിതം സ്വയം കെട്ടിപ്പടുക്കുന്നവരെ, അവരല്ലേ അവരുടെ ജീവിതത്തിൻ്റെ മഹാരാജാക്കന്മാർ. അതുകൊണ്ടാണ് മഹാരാജാവായിരിക്കുന്നത്. ആനന്ദ് അഘോരി മഹാരാജ്. ആനന്ദ് എന്നുള്ള എൻ്റെ ഗുരു തന്ന എൻ്റെ അവസ്ഥയാണ്. ഇന്ന സ്റ്റേറ്റിനെ പറ്റി കുറിക്കുന്നതാണ് ആനന്ദ് എന്നുള്ള പേര്. അഘോരി എന്നുള്ളത് എൻ്റെ പരമ്പര. മഹാരാജ് എന്നുള്ളത് എൻ്റെ ബാഹ്യമായ സ്റ്റേറ്റ് എന്ന് വേണേൽ വിളിക്കാം. മഹാരാജ്, മറ്റൊരു പ്രധാനപ്പെട്ട, എന്നെ സംബന്ധിച്ചൊരു അത്ഭുതമാണ്, അറിവിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത്. ഒരു അഘോറി എന്നുള്ള കാഴ്ചപ്പാടിൽ ആക്ച്വലി ഗൃഹസ്ഥ എന്നൊരു ജീവിതം ഇല്ലല്ലോ. ഇപ്പോൾ ഫാമിലി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പോൾ അങ്ങയുടെ ഇതെടുക്കുകയാണെങ്കിൽ അങ്ങേക്ക് 2 മക്കളുണ്ട്, ഭാര്യയുണ്ട്, വളരെ ഭംഗിയായിട്ട് അങ്ങ് കുടുംബജീവിതം നയിക്കുന്നു. പിന്നെ അങ്ങ് അഘോറിയാണ്, ആ നിഷ്ഠകൾ കൊണ്ട് നടക്കുന്ന വ്യക്തി കൂടെയാണ്. അപ്പോൾ ഇത് ഒരു അത്ഭുതം തോന്നിപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഈ അഘോറികൾക്ക് ഫാമിലി ലൈഫ് പാടുണ്ടോ ഇല്ലയോ, ആ മിത്തുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് ഡീമിസ്റ്റിഫൈ ചെയ്തു തരാൻ പറ്റുമോ? ഇന്ന് പൊതുവുള്ളൊരു വിചാര പദ്ധതിയാണ് സന്യാസി വിവാഹം കഴിക്കില്ല എന്ന്. ഈ സന്യാസം എന്ന് വെച്ചൊരു ആന്തരിക അവസ്ഥയാണ്. ഇത് വിവാഹമായിട്ടോ കുടുംബമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. പദങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന മുമ്പ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണിത്. ഞങ്ങളുടെ ആരാധ്യദേവൻ ശിവനാ, ഞങ്ങളുടെ ആരാധ്യ ദേവതയോ ശക്തിയും. ശിവൻ വിവാഹിതനല്ലേ? ശിവന് പുത്രന്മാരില്ലേ? പിന്നെ എന്തുകൊണ്ട് അഘോരി വിവാഹം കഴിച്ചുകൂടാ? സാമ്പ്രദായിക സന്യാസികൾ, ബുദ്ധിസത്തിന് ശേഷമല്ലേ ഇത്തരം സന്യാസ സമ്പ്രദായം ഉണ്ടായത്? ബുദ്ധൻ എല്ലാവരെയും തപസ്വികളാക്കി. ആശയാണ് സർവ്വനിരാശയ്ക്കും കാരണമെന്നുള്ളത് കൊണ്ട് തന്നെ സർവ്വത്തിൽ നിന്ന് വിമുക്തനാവാൻ ബുദ്ധൻ ഉപദേശിച്ചു. അതിനുശേഷമല്ലേ ഭാരതത്തിൽ ഇത്തരം സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായി വന്നത്. ബുദ്ധ സന്യാസിയുടെ പരമ്പരയല്ലേ ഇപ്പോഴുള്ള സാമ്പ്രദായിക സന്യാസം വിവാഹം കഴിക്കാതിരിക്കുന്നത്. അല്ലാത്ത ഋഷികളും മുനികളുമൊക്കെ വിവാഹിതരല്ലായിരുന്നോ? അവർക്കൊക്കെ ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നതായിട്ടല്ലേ പുരാണ കഥകളിലൊക്കെ കാണപ്പെടുന്നത്. പിന്നെ വിവാഹം എന്തുകൊണ്ട് നിഷിദ്ധമായി? പിന്നെ ബ്രഹ്മചര്യ പാലനമാണ് വേണ്ടത്. അത് അഘോരി പാലിക്കുന്നുണ്ടല്ലോ. മഹാബ്രഹ്മചാരിയായിട്ട് കരുതുന്ന ആരെയാണെന്നറിയോ? കൃഷ്ണനെയാ. അറിയോ? ഇന്ന് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന പലതും തെറ്റിദ്ധാരണകൾ മാത്രമാകുന്നു. സന്യാസിയായി എന്ന് നിങ്ങൾ ധരിക്കുക, കുടുംബത്തിൽ നിന്നെല്ലാം വിട്ട് ഏതെങ്കിലും കാട്ടിലോ ഗുഹയിലോ പോയിരുന്ന് ശാന്തമായിരുന്ന് ജപധ്യാനങ്ങളൊക്കെ ചെയ്ത് ഇരിക്കലല്ലേ? അത് സാധകാവസ്ഥ മാത്രമല്ലേ? 8 വർഷത്തോളം ഞാനും അങ്ങനെ ഇരുന്നിട്ടുണ്ട്. 14 വർഷം ഞാനും സാധന ചെയ്തിട്ടുണ്ട്. അതിനൊപ്പോ വേണ്ടുന്ന കാര്യങ്ങൾ, കുടുംബത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഗൃഹസ്ഥനായിരിക്കല്ലേ ബുദ്ധിമുട്ട്, സന്യാസിയായിരിക്കലാണോ? ഇനി സന്യാസം എന്ന് പറഞ്ഞ അവസ്ഥയെപ്പറ്റി പറഞ്ഞാൽ അത് ആന്തരികാവസ്ഥ മാത്രമാണ്. ബാഹ്യമായൊരു അവസ്ഥയുമായി യാതൊരു ബന്ധവും അതിനില്ല. വിവാഹമായിട്ടോ കുടുംബമായിട്ടോ കുട്ടികളുമായിട്ടോ സമൂഹമായിട്ടോ യാതൊരു ബന്ധവും അതിനില്ല. അത് ഇന്നർ സ്റ്റേറ്റാണ്. ഇന്നർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് മാത്രമാണ് സന്യാസം. ഇനി സാധകനായിരിക്കുന്ന സമയത്ത് പലപ്പോഴും കുടുംബത്തിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, 8 വർഷം ഞാൻ കുടുംബത്തിൽ പൂർണ്ണമായും വിട്ടാണ് നിന്നത്. മൊത്തം 14 വർഷത്തെ സാധനാകാലങ്ങളിൽ കുടുംബമായിട്ടുള്ള അധിക ബന്ധം ഉണ്ടായിരുന്നതേയില്ല. ഇങ്ങനെയൊക്കെ ചെയ്താലും എവിടെ എത്തിപ്പെടുക? തിരിച്ചിവിടെ തന്നെ ജീവിക്കണ്ടേ? ഇതൊരു റോക്കറ്റ് സയൻസ് ഒന്നുമല്ലല്ലോ. സത്യത്തെ അറിയാനുള്ള ശ്രമം മാത്രമല്ലേ? സത്യത്തെ അറിയാൻ വേണ്ടി പോകുമ്പോൾ സർവ്വം നഷ്ടപ്പെട്ടു പോകുന്നു. തിരിച്ചു വരുമ്പോഴോ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ആ സത്യം എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു, അതൊരിക്കലും ഇല്ലാണ്ടാവുന്നില്ല എന്നുള്ള തിരിച്ചറിവ് മാത്രമല്ലേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ഉണ്ടായിരുന്നതിനെ തിരിച്ചറിയുക, ഇത് മാത്രമാണ് സത്യാന്വേഷകൻ എത്തിപ്പെടുന്ന അവസ്ഥ. ഉണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ, പുതിയതൊന്നും ഉണ്ടാവുന്നില്ല.
പലതുണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നെങ്കിലും പലതിൻ്റെ രൂപമാറ്റം മാത്രമേ ഇവിടെ സംഭവിക്കുന്നുള്ളൂ. പ്രകൃതിയുടെ പരിണാമത്തെയാണ് നമ്മളിന്ന് സത്യമായിട്ട് കരുതുന്നത്. അത് സത്യമല്ല, പക്ഷെ യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി സത്യത്തിൽ അഭിരമിച്ച് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് അഘോരിയുടെ പദ്ധതി. അവനെ സംബന്ധിച്ചതെല്ലാം ശ്മശാനം തന്നെ. പക്ഷെ അവൻ്റെ ശക്തി ഉണരുന്നതുകൊണ്ട് തന്നെ ഈ ലോകം യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യത്തെ അവൻ ജീവിക്കേണ്ടതാണ്. യാതൊരു വൈരുദ്ധ്യവും ഇല്ല ഇതിന്, യാതൊന്നുമായിട്ട് അവന് യുദ്ധമില്ല. കാരണം ഇതെല്ലാം ശിവശക്തി ചൈതന്യം മാത്രമാണ്, ഇല്ലേ? ഈ കാണപ്പെടുന്ന എല്ലാം ശക്തി പ്രസരണമാണ്. ആ ശക്തി ആരുടെയാ? അവൻ്റെ തന്നെ ശക്തി. അവനോ കേവലം നിശ്ചല പ്രേമ ആനന്ദസ്വരൂപം. ഇതാണ് അവൻ്റെ സന്യാസവും അവൻ്റെ ഭൗതികവും അവൻ്റെ ഗാർഹസ്ഥ്യവും അവൻ്റെ ലോകവും അവൻ്റെ ജീവിതവും. അങ്ങനെ അവനെ അറിയാൻ ശ്രമിക്കുക, അങ്ങനെ മാത്രം. അവനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക, അവനെ ഹൃദയം കൊണ്ട് പ്രേമിക്കുക. ബുദ്ധി കൊണ്ട് അവനെ അറിയാൻ ശ്രമിക്കരുത്, മനസ്സുകൊണ്ട് അവനെ അറിയാൻ ശ്രമിക്കരുത്, വ്യാഖ്യാനിച്ചറിയാൻ ശ്രമിക്കരുത്. പ്രേമം കൊണ്ട് മാത്രമേ അവനെ അറിയാൻ സാധിക്കൂ. മഹാരാജ്, ഞാൻ കേട്ടിട്ടുള്ള ഗുരു പരമ്പര എന്ന് സത്യത്തിൽ അത് എന്താണെന്ന് എനിക്കറിയില്ല. ഗുരു പരമ്പരയും ആ പാരമ്പര്യവും എന്താണ് ഒന്ന് വിശദീകരിച്ച് തരാൻ പറ്റുമോ? ഗുരുവെന്നാൽ ഇന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാ, അല്ലേ? ഗുരുവെന്നാൽ എന്തൊക്കെയോ പഠിപ്പിക്കുന്ന ആളാന്നൊക്കെ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊന്നുമല്ല. ഗുരുവെന്നാൽ സർവം നിറഞ്ഞിരിക്കുന്ന ആ ബോധസ്വരൂപത്തെ, അതിനെ നമ്മൾ ശിവൻ എന്ന് വിളിക്കുന്നു. നമ്മുടെ പാരമ്പര്യത്തിൽ ശിവനാണ് ഗുരു. സർവം നിറയിക്കുന്ന സത്യത്തെയാണ് ഗുരു എന്ന് വിളിക്കുന്നത്. അത് തന്നെയാണ് ശിവന്. ഇനി പരമ്പര എന്ന് പറഞ്ഞാൽ മനസ്സിന് ഓരോ ഗുണങ്ങളുണ്ട്. അതിനെ അടിസ്ഥാനപരമായിട്ട് സത്വം, രജസ്, തമസ് എന്നൊക്കെ തിരിച്ചിട്ടുണ്ട്. ശുദ്ധ സ്വരൂപത്തെ സത്വമെന്നും ഇരുണ്ട സ്വരൂപത്തെ ഇനേഴ്ഷ്യ, തമസ്, ആലസ്യം, നിദ്ര, ആ സ്വരൂപത്തേക്കാണ് തമസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇതിനെ പരിവർത്തനം ചെയ്യുന്ന ഊർജത്തെ രജസ് എന്ന് വിളിക്കുന്നു. സത്വരജ തമസിനനുസരിച്ച് ഓരോ വ്യക്തികളും വ്യത്യസ്തപ്പെട്ടിരിക്കും. അതിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് നമ്മുടെ സൈക്കോളജി ആൻഡ് ഫിസിയോളജി രൂപം കൊള്ളുന്നത്. അപ്പോൾ പരമ്പരകൾ അതുകൊണ്ടാണ് വ്യത്യസ്തരായിരിക്കുന്നത്. പലർക്കും പലതല്ലേ അറിയേണ്ടത്, എല്ലാവർക്കും ഒരുപോലാണ് അറിയേണ്ടത്. പക്ഷെ സത്യത്തെ അന്വേഷിക്കുന്നവരെല്ലാം ചെന്നെത്തുന്ന ഒരു സ്ഥലത്താണെങ്കിലും പാരമ്പര്യം വ്യത്യസ്തമായിരിക്കും. ചിലർ രജോഗുണ പ്രകൃതികളായിരിക്കും, ചിലർ സദോഗുണ പ്രകൃതികളായിരിക്കും, ചിലർ താമസിക പ്രകൃതികളായിരിക്കും. അതനുസരിച്ച് പരമ്പര രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അനേകം ഗുരുക്കളുണ്ടെങ്കിലും ഗുരുരൂപങ്ങളായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ടും 3 രൂപങ്ങളെയാണ് എനിക്ക് പാരമ്പര്യം എന്ന് പറയാവുന്നത്. ജ്ഞാനപ്രധാനമായൊരു രൂപം, അതുപോലെ തന്നെ പ്രേമപ്രധാനമായൊരു ഗുരു, അതുപോലെ തന്നെ അഘോര പരമ്പരയിലേക്ക് എന്നെ കൊണ്ടുപോയ എൻ്റെ പരമഗുരു അല്ലെങ്കിൽ സദ്ഗുരു. ഇങ്ങനെ 3 ഗുരുക്കന്മാരാണ്. ഒരാളെ ഞാൻ ഗുരുബാബ എന്ന് വിളിക്കുന്നു, ഒരാളെ ഗുരുദേവൻ എന്ന് വിളിക്കുന്നു, ഒരാളെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ലാത്തതുകൊണ്ട് സാക്ഷാത് പരമ അഘോരസ്വരൂപമായ ശിവനെന്ന് വിളിക്കുന്നു. അതൊരു ദിവസം കുറച്ചു നേരം മാത്രം ദർശനം ചെയ്ത് കണ്ടിട്ടില്ലേ പിന്നെ അതിന് പക്ഷെ അതാണ് എൻ്റെ പരമ്പരയായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ പാരമ്പര്യത്തെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുവന്നത്. നിരന്തരം എന്നോട് സംവദിക്കുന്നു, പ്രകൃതിയായും പുരുഷനായി എന്നോട് നിരന്തരം സംവദിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ആ സദ്ഗുരുവാണ് എൻ്റെ പരമ്പര. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ പാരമ്പര്യത്തെ ഞാൻ പിന്തുടർന്നുകൊണ്ട് പോകുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ സർവത്വവും ഞാൻ അതിനെ കാണുന്നതിൻ്റെ അതിൻ്റെ സ്ഥിരഭാവത്തെ ഞാൻ എൻ്റെ അച്ഛനായി കാണുന്നു, ശിവനായി കാണുന്നു. എൻ്റെ ചലനഭാവത്തെ ഞാൻ പ്രകൃതിയായി കാണുന്നു. അത് മനസ്സും ബോധവും എന്ന് പറയാം സരള ഭാഷയിൽ. അപ്പോൾ സർവത്ര എൻ്റെ ഗുരു തന്നെയാണ്. പക്ഷേ എങ്കിലും എനിക്ക് പ്രത്യേക ഒരു വഴിയെ പിന്തുടരേണ്ടതുണ്ട്. അതിലൂടെ ഞാൻ പോകേണ്ടതില്ല, അതെന്നെ നിരന്തരം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ, ആ ഒഴുക്ക് മാത്രമായിട്ട് അവശേഷിക്കുക ഞാൻ, അല്ലെങ്കിൽ കേവലം സാക്ഷി മാത്രമായിട്ട് അവശേഷിക്കുക ഞാൻ. ഇതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ പാരമ്പര്യം, അഘോര പാരമ്പര്യം, അതിനനുഗുണമായിട്ടുള്ള വേഷങ്ങൾ, അതിനനുഗുണമായ കർമ്മങ്ങൾ, ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊന്നിനും വിരുദ്ധമല്ല, എല്ലാത്തിനോടും ചേർന്ന് പോകുന്നതാണ്. പക്ഷെ ഒന്നുമായിട്ടും സ്പർശം ഉള്ളതുമല്ല. എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആണ് താനും. എല്ലാത്തിനും ഒപ്പം നടക്കുന്നു എന്ന് തോന്നിയാലും
അതെല്ലാത്തിനും കേവലം സാക്ഷിയായിരിക്കുന്ന സത്യസ്വരൂപമാണ്. ഇങ്ങനെയൊക്കെ പാരമ്പര്യത്തെപ്പറ്റിയും അഭ്യാസത്തെപ്പറ്റിയൊക്കെ പറയാൻ നിവൃത്തിയുള്ളൂ. ബാക്കിയൊക്കെ അനുഭവിച്ച് മനസ്സിലാക്കേണ്ടതാണ്. വാക്കുകൾക്ക് അവിടെ വളരെ ലിമിറ്റേഷൻ ഉണ്ട്. ഇത് മനസ്സിലാക്കുക. അത് സത്സംഗത്തിന് സമയമായി. എനിക്ക് അങ്ങോട്ട് പോകാമോ? നിങ്ങളും അങ്ങോട്ട് വന്നോളൂ. ശരി. ആയിക്കോട്ടെ. വസിഷ്ഠൻ ആരായിരുന്നു? വസിഷ്ഠൻ വിശ്വാമിത്രൻ രണ്ടുപേരായിരുന്നല്ലോ. വിശ്വാമിത്രൻ രാജർഷിയും വസിഷ്ഠൻ രാജഗുരു ആയിരുന്നില്ലേ? രാമന്റെ ഗുരു. ശാസ്ത്രങ്ങളുണ്ട്. ഇന്നും വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള വിഷയങ്ങളാണ്. ഏത് കാലത്തും പ്രാക്ടിക്കലാണ്. കാരണം നമുക്കൊരു സ്ഥിതി കിട്ടാത്ത കാലത്തുള്ള ഈ മനസ്സിന്റെ മാനേജ്മെന്റ് മാത്രം പഠിക്കാനുള്ള പതുക്കെ 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 പ്രാണത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ രാശികളില് നമ്മള് ഇപ്പൊ ഉള്ളതിനെ ഇപ്പൊ ഈ സ്ഥിതിയിലുണ്ട് അതിനെ ആധാരമാക്കിയിട്ട് നമ്മൾ ബാക്കിയെല്ലാം പ്രിഡിക്ഷൻ ചെയ്യുന്നത്. ഇപ്പൊ ഈ നിമിഷം എങ്ങനെയാണ് അതനുസരിച്ചായിരിക്കുമല്ലോ പ്രകൃതിയെ സ്വീകരിച്ച അവസ്ഥ, പ്രകൃതി കൊണ്ടുപോകും ഇങ്ങോട്ടാണ് ആ അവസ്ഥയാണ്. അപ്പൊ അതിനാണ് ഈ സംഭവം. ഗുരു എവിടെയാണ് ഏത് സ്ഥലത്താണ് നിൽക്കുന്നതനുസരിച്ചുള്ള മനസ്സ് മാറും. ആശ്രമത്തിലെത്തുന്ന എല്ലാവർക്കും നൽകുന്ന ഔഷധ ഗുണങ്ങളുള്ളതും പോഷക സമ്പന്നവുമായ കഞ്ഞി എല്ലാവരെ പോലെ ഞങ്ങളും ഏറെ ആസ്വദിച്ചു. മഹാരാജ്, വളരെ അനുഗ്രഹീതമായ ഒരു സത്സംഗത്തിന് നന്ദി. എൻ്റെ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരം അതിൽ നിന്ന് കിട്ടി. ഇനി എൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചത് ഗുരുവിൻ്റെ ആദേശപ്രകാരം അങ്ങ് തിരിച്ച് മങ്കൊമ്പിലേക്ക് വരികയും അങ്ങയുടെ കർമ്മ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോവുകയും ആ കർമ്മ പദ്ധതിയിൽ 3 കാറ്റഗറിയാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ലക്ഷ്യബോധമില്ലാത്തവർ, രോഗികൾ, പിന്നെ സ്പിരിച്വൽ സീക്കേഴ്സ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് അങ്ങേക്ക് പറഞ്ഞു തരാൻ പറ്റുമോ ഈ 3 കാറ്റഗറി? മാത്രമല്ല ഇതിനും മേലെ എന്തെങ്കിലും കർമ്മ പദ്ധതികൾ അങ്ങ് ആലോചിക്കുന്നുണ്ടോ? അടിസ്ഥാനപരമായിട്ട് ഞാനൊരു റിട്ടയേർഡ് ആണ്. പൊതുവെ കാര്യങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് ഗുരു ആദേശമാണ്. പക്ഷെ ഇത് തന്നെ മുമ്പും ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് 25 വയസ്സ് മുതൽ ഞാനൊരു കൺസൾട്ടൻ്റ് ആയിരുന്നു. വിവിധ കാര്യങ്ങൾ, ചികിത്സ, ആയുർവേദ, പാരമ്പര്യ ആയുർവേദമാണല്ലോ. അതിൻ്റെ ഇവിടെ മനുഷ്യരുടെ വിവിധ പ്രോബ്ലംസ് ഈ പ്രധാനമായിട്ടും ചെറുപ്പക്കാർക്ക്, എൻ്റെ കൂട്ടുകാർക്കും, അല്ലെ ഞാൻ ജോലി ചെയ്ത പല സ്ഥലങ്ങളിലും ഈ കണ്ടിട്ടുള്ളൊരു പ്രശ്നമാണ് മനുഷ്യർക്ക് എന്താ ജീവിതത്തിൽ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഒരു ലക്ഷ്യബോധം, ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഗോള് വേണ്ടേ? അല്ലെങ്കിൽ എങ്ങനെ ജീവിക്കുക? അല്ലെ ചുമ്മാ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കുക? അതല്ലല്ലോ. ഒരു കൃത്യമായ ഒരു പദ്ധതിയോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് 50% ജീവിതം സെറ്റാണ്. സോ ഐ ഹാവ് ടു ഡു ദിസ് എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്ക് വരണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മുമ്പ് തന്നെ ആൾക്കാരെ സഹായിക്കും. പ്രത്യേകിച്ചിട്ട് ഗുരു പറഞ്ഞു, ഇത് നിൻ്റെ ജോലിയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാണാമല്ലോ, ചെറുപ്പക്കാർ, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, കൂടാതെ ജോലി ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എങ്ങോട്ട് മുന്നോട്ട് പോകണമെന്നുള്ള അറിയില്ല. അത് നമുക്കത് കാണാൻ പറ്റും, അവർക്ക് ഇന്നതാണ് അവരുടെ വഴി എന്നുള്ളത്. അങ്ങനെ താല്പര്യമുള്ളവരെ നമ്മൾ ആ രീതിയിൽ സഹായിക്കാറുണ്ട്. അങ്ങനെ ധാരാളം പേരെടുക്കൽ വരാറുണ്ട് ജീവിതത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി. 2, ഞാനൊരു വൈദ്യനാണ്, പാരമ്പര്യ വൈദ്യനാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടാതെ അഘോരതന്ത്ര വഴിയുള്ള കുറേയേറെ കമ്പോണൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഊർജത്തിൻ്റെ, അതായത് എനർജി സെൻറ്റേഴ്സിൻ്റെ മാനിപ്പുലേഷൻ എന്ന് വേണേൽ പറയാം, അല്ലെ മാനേജ്മെൻ്റ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. അങ്ങനെ വഴിയിലൂടെ പലവിധമായിട്ടുള്ള മാനസിക, ശാരീരിക രോഗങ്ങൾ, കൂടാതെ കാർമിക് ഡിസീസ് എന്ന് പറയില്ലേ, നമ്മൾ മുൻപ് ചെയ്ത കർമ്മങ്ങൾ മൂലം ഉണ്ടാവുന്ന, നമ്മുടെ മനസ്സിലൊളിഞ്ഞിരിക്കുന്ന അത്തരം അവസ്ഥകളിൽ നിന്നുണ്ടാകുന്ന രോഗങ്ങൾ, ആ അവസ്ഥകളിൽ നിന്നുണ്ടാകുന്ന മാനസികമാവട്ടെ ശാരീരികമായിട്ട് പലവിധ അസുഖങ്ങൾക്ക് നമുക്ക് ചികിത്സിക്കാൻ സാധിക്കുന്നുണ്ട്. അതിനെ ദൈവ വിപാശ്രയ ചികിത്സ എന്നാണ് ആയുർവേദത്തിൽ പറയുക. അത്തരം ചികിത്സാദി കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. 3 അധ്യാത്മ സീക്കേഴ്സ്, ഇതൊരു പ്രധാന വിഷയമായിരുന്നു. ധാരാളം പേര് സാധനയപ്പെട്ട് കുണ്ടലിനി സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അനേക രോഗങ്ങൾ, കൂടുതൽ എനിക്ക് എൻ്റെ മോഡേൺ വെർഷനെ പറ്റി കൂടുതൽ അറിഞ്ഞുകൂടാ, എങ്കിലും മനുഷ്യരെ കാണുമ്പോൾ അറിയാം ഒത്തിരി പേര് സാധന എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് പോലും അറിയില്ല. പിന്നെ എനിക്ക് ചേരുന്ന സാധനമാണെന്നറിയില്ല. എൻ്റെ ഊർജ്ജമായിട്ട് ചേർന്ന് പോകാത്ത സാധനം ചെയ്താൽ ഗുണത്തിന് പകരം പലപ്പോഴും ജീവിതത്തിൽ ദോഷമായിരുന്നു. അത് ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കുന്നു, അല്ലെ ഏതെങ്കിലും യൂട്യൂബിൽ നിന്നോ
ആരിൽ നിന്നോ കേട്ടോ കണ്ടോ അറിഞ്ഞോ പഠിച്ച് അഹങ്കാരത്തിൻ്റെ സാധനങ്ങൾ ചെയ്യുക. അതിലൂടെ അഭിമാനം അഹങ്കാരം വർദ്ധിക്കുന്നല്ലാതെ അധ്യാത്മ പുരോഗതി ഉണ്ടാവുന്നതല്ല. മാത്രമല്ല പലർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ നിന്ന് പോലും വിഡ്രോവൽ ഉണ്ടാവാറുണ്ട്. പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവ് അവർക്ക് നഷ്ടപ്പെടാറുണ്ട്. ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് പകരം ലക്ഷ്യത്തിൽ നിന്ന് വളരെ ദൂരത്തിലേക്ക് പോകാറുണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്നത്. കാരണം കൃത്യമായ രീതിയിൽ ഊർജ്ജം ഉണർന്ന് അതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ വല്ലാത്ത അപകടമാണ്. ഏത് തരം സാധന ചെയ്താലും ഊർജ്ജത്തിൽ ചലനം ഉണ്ടാവും. അത് മനസ്സിൽ ഉണ്ടാക്കുന്ന വ്യത്യാസങ്ങൾ നമ്മൾ സാമാന്യ മനസ്സുകൊണ്ടൊന്നും അത് പിടികിട്ടില്ല. മനസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇരുന്നുകൊണ്ട് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കും. ഇങ്ങനൊരു അവസ്ഥയുണ്ട്. ഈ അവസ്ഥ മൂലം ഇന്ന് പലരും സാധനാ രോഗങ്ങളിൽ പെട്ടുകൊണ്ടിരുന്നവരാണ്. അങ്ങനെയുള്ളവർക്കും കൂടാതെ ശരിയായിട്ടുള്ള സീക്കേഴ്സ് അത് വളരെ കുറച്ച് പേരേ ഉള്ളൂ. അധ്യാത്മം എന്താണെന്ന് അറിഞ്ഞ് അനുഭവിക്കാൻ അതിന് ഭൗതികത്തിൽ അവർ ഓൾറെഡി സ്റ്റാൻഡിങ് ആണ്, അവർക്കറിയാം. ദേ ആർ വെരി ഗുഡ് അറ്റ് ദെയർ മെറ്റീരിയലിസ്റ്റിക് ലൈഫ്. ഇനി അവർക്ക് മൂവ് ചെയ്യേണ്ടത് മൂവ് ഓൺ ചെയ്യേണ്ടത് സ്പിരിച്വൽ ലൈഫാണെന്നുള്ളത് അറിയുന്ന ആൾക്കാർ, റിയൽ സീക്കേഴ്സ്, അങ്ങനെയുള്ളവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് എൻ്റെ പ്രധാന കർമ്മം. പക്ഷെ അങ്ങനെയുള്ളവർ വളരെ കുറവാണ്. ഇന്ന് ഈ കാണപ്പെടുന്ന ഈ ധാരാളം അറിവുകൾ ഇപ്പോൾ ഉണ്ടല്ലോ. ഏത് വഴിയിൽ നിന്നും അറിവുകൾ ഇങ്ങനെ മനസ്സിലേക്ക് തിങ്ങി കയറിക്കൊണ്ടിരിക്കുക. അറിവ് ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ ഈ അറിവുകളൊക്കെ അജ്ഞാനമാണ്. സത്യത്തെപ്പറ്റിയുള്ള ജ്ഞാനം ഒരിക്കലും പുസ്തകങ്ങളിൽ നിന്നോ മറ്റു വസ്തുക്കളിൽ നിന്നോ ഒരാളിൽ നിന്ന് പോലും ലഭിക്കില്ല. സ്വാനുഭവത്തിൽ കൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഈ യഥാർത്ഥ സാധന. അത്തരം സാധകരെയാണ് ഞാൻ പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. ഞാനിത് മനസ്സിലാക്കിയപ്പോൾ ഒരു ചെറിയ ചോദ്യം കൂടെ അങ്ങോട്ട് ചോദിച്ചോട്ടെ. നമ്മൾ ഇപ്പോൾ അങ്ങയെ കാണാനായിട്ടോ അങ്ങയുടെ ചികിത്സാ വിധികൾക്കോ അല്ലെങ്കിൽ ഗൈഡൻസിനോ വേണ്ടി വരുന്ന ഒരു വ്യക്തി, എനിക്കിതുവരെ ഞാനിവിടെ നിന്ന് എൻ്റെ ഇതിൽ നിന്ന് മനസ്സിലായത് ഒരു മിനിമം ലെവലിലുള്ളൊരു യോഗ്യത ഉണ്ടായിരിക്കണമല്ലോ. ഇപ്പോൾ ഞാൻ ചികിത്സയ്ക്ക് വിധേയനാവണമെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ലൊരു രോഗിയായിരിക്കണം എന്ന് പറയുന്നത് പോലെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും പറ്റുന്ന രീതികളായിരിക്കില്ലല്ലോ ഇവിടെ ഉള്ളതും. അപ്പം ഞാൻ ആ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ അങ്ങ് അതിനെന്ത് ഉത്തരമായിരിക്കും തരുന്നത്? യോഗ്യത സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലേ. ഓക്കെ, യോഗ്യത എങ്ങനെയുള്ള ആർക്കാ യോഗ്യത ഇല്ലാത്തത്? കാരണം എല്ലാവരും ഈശ്വരൻ തന്നെയാണ്. അത് മറന്നു പോയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അടിസ്ഥാനമായിട്ട് നമുക്ക് എല്ലാവർക്കും യോഗ്യതയുണ്ട്. പക്ഷേ ആത്മകൃപയുണ്ടോ? എനിക്കെന്നോട് കൃപയുണ്ടോ? എനിക്കെന്നോട് കൃപയില്ലാത്ത കാലത്തോളം എനിക്ക് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ടോ? ആഗ്രഹവും കൃപയും ഒത്തു വന്നാൽ ശരി ഞാനിത് ചെയ്തെടുക്കും എന്നുള്ള ഉറപ്പ് വന്നാൽ ആത്മവിശ്വാസം ഉണ്ടാവില്ലേ? ആത്മവിശ്വാസം കൊണ്ടെല്ലാം ആകുമോ? അപ്പോഴാണ് സത്യത്തിൽ ഈശ്വര കൃപ ഉണ്ടാവുക. ഈ പ്രകൃതി മൊത്തത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് ഈശ്വര കൃപ. ഈ പ്രകൃതി മൊത്തത്തിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഈ പ്രകൃതി നമുക്ക് വേണ്ടി നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ വേണ്ടി സകലമാന കാര്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഗുരുകൃപ ഉണ്ടാവും. അപ്പോഴാണ് ആത്മാന്വേഷണം ആവട്ടെ, രോഗത്തിനുള്ള ചികിത്സയാവട്ടെ, എന്തും ആവട്ടെ, ഭൗതികമാവട്ടെ ആധ്യാത്മികമാവട്ടെ, എന്ത് കാര്യത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാകുന്ന അവസ്ഥയിലാണ്. അത് മാത്രമേ ഉള്ളൂ യോഗ്യത എന്ന് ഞാൻ കാണുന്നത്. ഓക്കെ, ഒരു എന്താണെന്ന് അറിയാമല്ലോ. എരിക്ക് രണ്ട് തരമുണ്ട്. ദാ അവിടെ നിൽക്കുന്ന വെളുത്ത ഇരിക്ക അല്ലേ? ഇത് കണ്ടോ, ഇതിന്റെ നിറം വ്യത്യാസമുണ്ട്. കണ്ടോ പൂവിന്റെ പൂ വിടർന്ന് വരുമ്പോൾ നമുക്ക് ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അതിൽ ഇരിക്കിന്റെ ഇലയ്ക്ക് കുറച്ചുകൂടെ വീതി കൂടുതലാണ് കാണപ്പെടാറുള്ളത്. അത് ഈ പട്ടിയൊക്കെ കടിക്കാതിരിക്കാൻ വേണ്ടി അതിന്റെ വേരില്ലേ, വേരെടുത്ത് അരയിൽ വെക്കുന്ന താന്ത്രികമായിട്ടുള്ള ഒരു പരിപാടിയുണ്ട്. അത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുണ്ട്. പട്ടിയിൽ രക്ഷപ്പെടാൻ വേണ്ടി വെളുത്തേരിക്കിന്റെ വേര് ഉപയോഗിക്കാം. കൂടെ മുട്ടുവേദന കാലുവേദനയൊക്കെ വരത്തില്ലേ, പ്രധാനമായിട്ടും മുട്ടിൽ വേദന, ഇച്ചിരി നല്ല ഏതെങ്കിലും ഔഷധ തൈലങ്ങൾ പുരട്ടിയിട്ട് ഒന്ന് ചൂടാക്കുക, മുട്ട വെച്ച് പാക്കായിട്ട് വെച്ചിട്ട് കെട്ടിക്കിടക്കുക. വളരെ എളുപ്പം തന്നെ 2-3 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും പല തരത്തിലുള്ള മുട്ടുവേദനകളും പോവും. ഇനി അല്ലാതെ അകത്തുള്ള ഫ്ലൂയിഡിന്റെ കുറവോ തേയ്മാനമോ ഒക്കെ ആണെങ്കിൽ അത്ര ഫലം ഉണ്ടായില്ല. പക്ഷേങ്കിലും വേദനയ്ക്ക് ശമനം ഉണ്ടാവും, കുറവുണ്ടാവും. വല്ലാത്തൊരു പെയിൻ നല്ലതാണ്, വളരെ പ്രയോജനകരമാണ്. പലതരത്തിലുള്ള വേദനകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പൂവാങ്കുറുന്നില്ല ദശപുഷ്പങ്ങളിൽ പെടുന്നതാണ്. ഇത് കണ്ടില്ലേ, നമ്മളിവിടെ ആഹാരത്തിനായിട്ട് ഉപയോഗിക്കാറുണ്ട്. വലിയ കൊഴുപ്പ, ചെറിയ തരം കൊഴുപ്പ അപ്പുറ സൈഡിൽ നിന്ന് കണ്ടില്ലേ, അതുപോലെ ഇതിൻ്റെ വലിയതാണ്. കൂടാതെ ഇത് വെച്ച് പ്രത്യേകതരം തൈലം കാച്ചാറുണ്ട്. കണ്ണിൻ്റെ പ്രശ്നങ്ങൾ, തലമുടിക്കുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ പ്രത്യേകം തൈലം ഇത് വെച്ച് കാച്ചാറുണ്ട്. വലിയ കൊഴുപ്പ. കൂടാതെ ഈ കറി വെച്ച് കഴിക്കുന്ന വളരെ കണ്ണിന്, ആദിവാസി വിഭാഗങ്ങൾ കണ്ണിന് വേണ്ടിയുള്ള, കണ്ണിന് കാഴ്ചയ്ക്ക് വേണ്ടി വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഔഷധമാണ് അത്.
അതിന് മീനാങ്കണ്ടി എന്നൊക്കെ ചില സ്ഥലങ്ങളിൽ പറയുന്നത് കിട്ടാറുണ്ട്. ഇതാണ് കുടൽ ചുരുക്കി ഈ ചെടി. അങ്ങനെ ദേ പോവാൻ കുറഞ്ഞില്ല. ഔഷധ സസ്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുക ഇവിടെ എല്ലാം. പ്രകൃതി വാരി വെതറിയിരിക്കുക. അപ്പുറത്തെ വശത്ത് ഒരുപാട് ഔഷധ സസ്യങ്ങൾ കാണാൻ പറ്റി. പിന്നെ അങ്ങോട്ട് പിഴിച്ച തോന്നുന്നുണ്ടോ? ഫീലിംഗ് വന്നു തുടങ്ങിയില്ല. നല്ലതായിട്ട് പൊള്ളും. ഇച്ചിരി വെയിൽ കൊള്ളാൻ നിൽക്കുന്നുണ്ടാവും. പൊള്ളും, നല്ലതായിട്ട് പൊള്ളും. അത് പലതരത്തിലുള്ള വേദനകൾക്ക്, പ്രത്യേകിച്ചും തലവേദനകൾക്ക്, സന്നികുത്തിനൊക്കെ പൊത്തിയോട്ട് അത് അരച്ചങ്ങോട്ട് വെച്ചാൽ അത് പറഞ്ഞു തരത്തില്ല. എല്ലാം അങ്ങനെ പറഞ്ഞു തന്നാൽ ശരിയാവുന്ന അങ്ങനെ. വൈദ്യന്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ വേണ്ട. കണ്ടല്ലോ, ചെടി കണ്ടില്ലേ? അപ്പുറത്തെ ഭാഗത്തുള്ള കുറച്ച് കാണിച്ചു തരാൻ പറ്റുമോ? വരൂ. ഇവിടോട്ട് തന്നെ നടക്കൂ. ഇവിടെ എല്ലാം മുഴുവൻ സസ്യങ്ങൾ തന്നെയാണ്. തൊട്ടാവാടി അറിയാമല്ലോ. അറിയാം. ടച്ച് മീ നോട്ട്. ചൂയി മുയി എന്ന് പറയും. ഹിന്ദിയിൽ പഞ്ചാബിൽ പാട്ടുണ്ട്, ചൂയി മുയി. തൊട്ടാ പറഞ്ഞ മുയി എന്ന് വെച്ചാൽ ചുരുങ്ങുന്നത്. ഇത് ഉപ്പ് ചേർത്തരച്ച് നീർക്കെട്ടിന്, കാലില് നടുവില് ഒക്കെയുള്ള നീര് വീഴ്ച ഉണ്ടാവില്ലേ, എന്താ പറയാ, എടിമയ്ക്ക് ഇത് ഉപ്പ് ചേർത്തരച്ചിട്ട് നന്നായിട്ട് അരയ്ക്കുക. സമൂലം അരച്ച് വെച്ചാൽ മതി. ഒരു ഔഷധങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഓരോന്നും. മുത്തങ്ങ പുല്ലാണ്, അറിയാമല്ലോ. അതിന്റെ ഇതുള്ള ട്യൂബറുള്ള വർഗമുണ്ട്. അതെടുത്തിട്ട് നമ്മൾ കുട്ടികളുടെ രോഗങ്ങൾക്കും വയറ്റിലെ രോഗങ്ങൾക്കൊക്കെ അരച്ചു കൊടുക്കാറുണ്ട്. നോക്കൂ, നാട്ടുകഞ്ചാവെന്നും പറയും. മുറിവൂട്ടി, മുറിവുണ്ടായി കഴിഞ്ഞാൽ ഇടിച്ചു പിഴിഞ്ഞങ്ങോട്ട് നീരെടുത്തങ്ങോട്ട് വെച്ച് പെട്ടെന്ന് കഴിയും. കൂടാതെ ഇത് നാട്ടിലെ കല്ലുരുക്കിയ എന്ന് പറയുമ്പോൾ, കല്ലുരുക്കി വെച്ചാൽ കിഡ്നി പ്രശ്നങ്ങള്, മൂത്രക്കല്ലുകള്, കിഡ്നിയുള്ള കല്ലുകള്, ഗോൾ ബ്ലാഡറിനുള്ള ഇതിനൊക്കെ പലവിധ പ്രിപ്പറേഷൻസ് ഉണ്ട് ഇത് ഉപയോഗിച്ച്. ഇത് കൂടാതെ സമൂലം അരച്ചു കൊടുക്കുന്ന ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണിത്. ഒരു പ്രത്യേകതയുണ്ട്. ഇതൊന്ന് ചവച്ച് നോക്കിയാ, ഒരിലയൊന്ന് ചുമ്മാ ചവച്ച്, എന്താ സ്വാദ്? അറിയാൻ പറ്റുന്നില്ല. നല്ല മധുരമാണ്. ഇതൊരു ചെടിയാണ്. ഇതിൽ കായ്കളില്ല. ശിവലിംഗി എന്ന് പറയും. 3 കായ്കൾ വരും അതിൻ്റെ അകത്ത്, ചെറിയ 3 കായ്കൾ. കുടലിലെ രോഗങ്ങൾക്കെല്ലാം വളരെ വലിയൊരു സിദ്ധ ഔഷധമാണ്. മുറിച്ച് എണ്ണയ്ക്കകത്ത് ചെറുതായിട്ട് വഴച്ചിട്ട് കഴിക്കാം. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ കുടലിലുള്ള പ്രശ്നങ്ങൾ, രോഗങ്ങളെല്ലാം മാറ്റി കിട്ടുന്ന സാധനമാണത്. ശിവലിംഗി എന്നതിൻ്റെ പേര്. ധാരാളം പോകാൻ കൂടുന്നുണ്ട്. ഈ ചീരകൾ വളർന്നിരിക്കുന്നുണ്ടോ? ഇത് അത്തിയാണ്. കാട്ടത്തിയാണ്. ഇത് നമ്മൾ ഔഷധത്തിന് ഉപയോഗിക്കുന്ന അത്തി. ഇതാണ്. ഇതാ നല്ല വെള്ളക്കുറുന്തോട്ടി. അല്ലേ? കുറുന്തോട്ടി, വെള്ളക്കുറുന്തോട്ടി അറിയാമല്ലോ. കുറുന്തോട്ടി വാദത്തിന്റെ ദിവ്യൌഷധം. കീഴാർനെല്ലി, ഭൂമി അമലാക്കി എന്ന് പറയും. കീഴാർനെല്ലി മഞ്ഞപ്പിത്തം, ലിവർ പ്രോബ്ലംസിനെല്ലാം ഒറ്റമൂലിയാണ്. ധാരാളം രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇത് വലിയൊരു സിദ്ധ ഔഷധമാണ് ഈ കീഴാർനെല്ലി എന്ന് പറയുന്നത്. ഇത് വാദക്കൊടി. വാദക്കൊടിയല്ല, വാദം കൊല്ലി എന്നാണ് പറയുന്നത്. കൊടി വള്ളിയാണ്. ഇത് വാദം കൊല്ലി. മുറിച്ച് ഇലയെടുത്ത് കിഴികെട്ടാറുണ്ട്. കൂടാതെ ഇത് വെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത്, എണ്ണ തേച്ച് കുളിച്ച ശേഷം ഇത് ഉപയോഗിച്ച് ആ വെള്ളത്തിൽ, കുളിക്കാൻ വേണ്ടിയുള്ള വെള്ളത്തിന് ഇതിട്ട് തിളപ്പിക്കാറുണ്ട്. അയമോദകമാണ് നിൽക്കുന്നത്. ഇതാണ് വെളുത്തേരിക്കപ്പറ. ഇത് വെളുത്തേരിക്ക്. ഇത് വെളുത്തതാണ്. ഇത് പൂ കണ്ടോ? അത് പൂ കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഇത് ചുവന്നേരിക്കും, അല്ലെങ്കിൽ വയലറ്റ് എന്നോ ഒക്കെ പറയാം. അതായത് അയമോദകമാണ്. അങ്ങനെ ഔഷധങ്ങൾ അനവധി. കൃഷ്ണതുളസി, പ്രസാരിണി, കുടൽ ചുരുക്കി, അങ്ങനെ ഔഷധങ്ങളുടെ ഉദ്യാനം തന്നെ. ഇപ്പോൾ ചവിട്ടി നടക്കുന്നത് പോലും അത് തന്നെയാണെന്ന് തോന്നുന്നു. അതെ, അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ പ്രകൃതിയായിട്ട് ചേരുക. ഈ ഔഷധങ്ങളെ സ്പർശിച്ചിങ്ങനെ പോയാൽ തന്നെ അതുങ്ങൾ നമ്മളെ അനുഗ്രഹിക്കും. അതിൻ്റെ ആ ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കും. അതാണ് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചാലുള്ള സുഖം. നോക്കൂ, അറിയോ ആരായി വളർന്നു വരുന്നെന്ന്?
ഇത് ചേരാണ്, ചേര്. തൊട്ടാ പൊള്ളുന്നത് മാക്കിംഗ് നട്ടെന്ന് വിളിക്കും. ചേര് കായുണ്ടാവും, നല്ല മുന്തിരിക്കൊല പോലെ കിടക്കും. ഭല്ലാതകം എന്നാ സംസ്കൃതത്തിൽ വിളിക്കുക. അതിൻ്റെ തൈയാണ്. തൊട്ടാ പൊള്ളും. പലർക്കും ഇതിൻ്റെ ഇല തൊട്ടാൽ തന്നെ പൊള്ളും. ശരീരമെല്ലാം ചൊറിഞ്ഞ് തണർത്ത് തൊലിയൊക്കെ അഴുകി പോകുന്ന രോഗങ്ങളുണ്ടാവാം. പക്ഷേ ഇതിനെ ശുദ്ധീകരിച്ച് ഉപയോഗിച്ചാൽ ക്യാൻസറിന് ദിവ്യൌഷധമാണ്. ഒത്തിരിയേറെ അഗ്നി എന്നാണ് അതിൻ്റെ ഒരു പര്യായം. അഗ്നി എന്ന് വെച്ചാൽ വയറ്റിലെ ജഠരാഗ്നിയെ വർദ്ധിപ്പിക്കാൻ കഴിവുള്ളത്. പിന്നെ പ്ലാവ് ഒരു ഔഷധ സസ്യം കൂടാണെന്ന് അറിയാമല്ലോ. പ്ലാവ്, ഇത് പഞ്ചാരപ്പഴം, നിറയെ പഞ്ചസാര പോലെ അതിന്റെ കായ്കൾ ഇവിടെ ഉണ്ട്. പച്ച കളർ, പച്ച. അത് പഴുത്ത നോക്കി പറിക്കൂ. അത് പഴുത്തതൊന്ന് പറിച്ചെടുത്താൽ അത് ആ കുട്ടികൾ വന്ന് പറിച്ചോണ്ട് പോകും. അതുകൊണ്ടാണ് കാണാത്തത്. എല്ലാം പറിച്ചോണ്ട് പോയാ. പിന്നെ കിളികൾ ധാരാളം വരും. ഇത് അവരുടെ പ്രിയ ഭക്ഷണമാണ്. ഒരെണ്ണം ചെറുതാണ്. ഇതാ കഴിച്ചോളൂ. നല്ല നല്ല മധുരമല്ലേ? അവരെന്നും വന്ന് ഇത് പറിച്ചോണ്ട് പോകും. ധാരാളം കിളികൾ വന്നിരിക്കുന്നില്ലേ? അവർക്ക് ഇഷ്ടമുള്ള പഴമാണ്. മഹാരാജ്, ഇത് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇത് ചോദിച്ചില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞത്. ഇത് വളരെ രഹസ്യമായ ഒരു കൂട്ടാണ്. ഇതിന്റെ പേരാണ് പഞ്ചപത്ര തൈലം. അത് കൂട്ടുകയാണ്. ഇതിനകത്ത് വേണ്ടുന്ന തൈലങ്ങളൊക്കെ ഒഴിച്ചു. കുറച്ച് കഷായാദികളൊക്കെ ചേരാനുണ്ട്. അതൊക്കെ തയ്യാറാകുന്നതേ ഉള്ളൂ. അതിനൊപ്പം കൽക്കം. ഇതിന്റെ പാകം അറിയാനുള്ള വിധിയാണിത്. ഒരു പ്രത്യേക ഒരു 5 കൂട്ടം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള, ഇവിടെ കിട്ടുന്ന സ്വാഭാവിക പ്രകൃതി നമ്മൾ പറിച്ചെടുത്ത് ശുദ്ധമായി അരച്ചെടുത്ത ഔഷധക്കൂട്ടാണ്. ഇതൊരാൾക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കുന്ന, ഓരോരുത്തർക്കും വേണ്ടി അവരവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള മരുന്നുകൾ ഇവിടെ തയ്യാറാക്കിയാണ് ചികിത്സിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഔഷധക്കൂട്ടാണ്. വളരെ രഹസ്യമായ കൂട്ടാണ്. ഉഷ്ണരോഗങ്ങൾക്ക്, കണ്ണിൻ്റെ പ്രശ്നങ്ങൾക്ക്, ചെവിയുടെ പ്രശ്നം, തലമുടി ഇത്യാദികൾക്കുണ്ടാവുന്നത്. കൂടാതെ ഇത് മാനസികമായിട്ടുള്ള അനേക വ്യാധികൾക്ക് ഉത്തമ ഔഷധമാണ്. ഇത് കൽക്കമായിട്ട് നമ്മൾ ഇതിനെ ചേർത്ത് കൊടുക്കാൻ പോവാണ്. നല്ലൊരു സിദ്ധകൂട്ടാട്ടോ ഇത്. നല്ലൊരു ഔഷധം ഇത്. തേച്ചാൽ നല്ല റെഫ്രിജൻ്റാണ്. നല്ല കൂളിംഗ് ഫീൽ ചെയ്യും തലയ്ക്കും കണ്ണിനുമൊക്കെ. മനസ്സിനൊക്കെ നല്ല സുഖം, നല്ല ഉറക്കം കിട്ടും. ഇൻസോംനിയാക് പ്രശ്നങ്ങളൊക്കെ ഇല്ലേ ഇന്ന് കാലത്ത്? ഉറക്കമില്ലായ്മ, മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ, സ്ട്രെസ്, സ്ട്രെയിൻ തുടങ്ങിയ രോഗങ്ങൾക്കെല്ലാം വളരെ ഫലപ്രദമായിട്ട് നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ഒരു ഔഷധക്കൂട്ടായത്. മഹാരാജ്, അങ്ങയുടെ ചികിത്സ രീതിയും മരുന്നുകൾ ഉണ്ടാക്കുന്ന രീതിയും ഞാൻ നേരിട്ട് കാണാനിടയായി. അതിൽ ഞാൻ കുറച്ചൊക്കെ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ഞാനത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്താണ് അഘോര കായകൽപ്പ? അഘോര കായകൽപ്പ ചികിത്സ ഇത് പാരമ്പര്യ ചികിത്സ തന്നെയാണ്. പക്ഷേ ഈ പാരമ്പര്യത്തെ നമ്മൾ പറയും പണ്ട് കാലത്ത് മരുന്നും മന്ത്രവും എന്ന്. അപ്പം മരുന്നുണ്ട്, മന്ത്രം പോയി. അഷ്ടാംഗ ഹൃദയത്തിലെ പോലും മന്ത്രങ്ങളൊക്കെ എടുത്ത് മാറ്റിവെച്ചാണ് പഠിപ്പിക്കാറുള്ളത്. മന്ത്രഭാഗത്തിന് യാതൊരു പ്രസക്തിയില്ല. അഘോര കായൽപ്പ ചികിത്സയിൽ മന്ത്രത്തിന് അതീവ പ്രാധാന്യമുണ്ട്. കൂടാതെ നാട്ടു ചികിത്സകളിൽ ഇപ്പോൾ കളരി മർമ്മ ചികിത്സ, സിദ്ധമർമ്മ ചികിത്സ, മർമ്മപ്രയോഗങ്ങൾ, മരുന്നിനൊപ്പം മർമ്മപ്രയോഗങ്ങളുണ്ട്. സാധാരണ ആയുർവേദത്തിൽ അങ്ങനെ മർമ്മ ചികിത്സകൾ വളരെ കുറച്ച് ഇപ്പം ചെയ്തു വരാറുള്ളൂ. പ്രത്യേകിച്ചും സിലബസുകളിലൊന്നും അത്ര മർമ്മ ചികിത്സകളെ പറ്റി ചെയ്യുന്നത് വളരെ കുറച്ച് പേര് മാത്രമേ പഠിക്കുന്നുള്ളൂ. പാരമ്പര്യ രീതിയിൽ മർമ്മങ്ങൾ, കാരണം അഭ്യാസം പഠിച്ചവരായിരിക്കുമല്ലോ ഇതൊക്കെ ചെയ്യുക. നമ്മൾ അഘോര കായകൽപ്പ ചികിത്സ എന്ന് വെച്ചാൽ ഇതും ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറ്റവും പ്രധാനം തന്ത്രത്തിലെ വിഭാഗമായ ചക്രങ്ങളുണ്ടല്ലോ, ആധാര ചക്രങ്ങൾ. അതിൽ 5 ചക്രങ്ങൾ: വിശുദ്ധ ചക്രം, അനാഹത ചക്രം, മണിപ്പൂര ചക്രം, സ്വാധിഷ്ഠാനം, മൂലാധാരം. ഈ 5 ചക്രങ്ങളിലാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്ന പഞ്ചേന്ദ്രിയങ്ങൾ, പ്രപഞ്ചത്തിന് ആധാരമായ
പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ അറിവുകളും ഈ പഞ്ചേന്ദ്രിയങ്ങൾ മൂലമാണ്. ഏതൊക്കെയാണ്? ചെവി, ത്വക്ക്, കണ്ണ്, നാക്ക്, സ്വാദ്, മൂക്ക്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൂടെ അല്ലാതെ പ്രപഞ്ചത്തെ അറിയാൻ നമുക്ക് സാധ്യമല്ല. ഇതിനെ എല്ലാം എവിടെ നിന്നാണ് നിയന്ത്രണം വരിക? അതിൻ്റെ ഫോമാണ് ചക്രങ്ങൾ, ആധാര ചക്രങ്ങളിലെ ചികിത്സയാണ് ഈ പ്രാചീനമായിട്ടുള്ള അതിപ്രാചീനമുള്ള തന്ത്രത്തിലെ ചികിത്സ. ആ തന്ത്രശാസ്ത്രം ഏകദേശം ലുപ്തമായി പോയിരിക്കുന്നു. എന്നങ്ങനെ ചികിത്സ ചെയ്യുന്നത് വളരെ കുറവാണ്. അതിനൊപ്പം ഔഷധത്തെയും മന്ത്രത്തെയും ഈ പറഞ്ഞ മർമ്മ വിഭാഗത്തെയും എല്ലാം ചേർത്താണ് അഘോര കായകൽപ്പ ചികിത്സ ചെയ്യുക. അഘോര കായകൽപ്പ ചികിത്സയ്ക്ക് വേറൊരു പ്രത്യേകത കൂടുണ്ട്. ഈ രോഗത്തെപ്പറ്റി കാര്യമാക്കുന്നില്ല. നിങ്ങളുടെ ആരോഗ്യ പുനഃസ്ഥാപനമാണ് കായകൽപ്പ ചികിത്സയുടെ, അഘോര കായകൽപ്പ ചികിത്സയുടെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. നിങ്ങൾക്ക് രോഗം എന്തും ആയിക്കോട്ടെ, കാരണം ഇന്ന് രോഗങ്ങൾ അനേകമുണ്ട്, പല ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട്. ഓരോന്നിനും പേരിട്ട് വിളിക്കാൻ സാധ്യമല്ലല്ലോ. ഒരേപോലെ പേരുള്ള രണ്ടു പേർക്ക് ഒരേ അസുഖം വന്നാൽ, രണ്ടു പേർക്ക് ഒരേ അസുഖം വന്നാൽ ലക്ഷണങ്ങൾ പലതും വ്യത്യസ്തമായിരിക്കാം. ചികിത്സയും വ്യത്യസ്തമാവണ്ടേ? പാരമ്പര്യ ചികിത്സകൾ അവിടെയാണ് വ്യക്തിക്ക് ഊന്നൽ കൊടുത്ത് ഓരോരുത്തർക്ക് ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടാണ് ചികിത്സ ചെയ്യാറുള്ളത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ലോ, ജനറലൈസ് ആയി പോയിരിക്കുന്നതെല്ലാം. അങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായമല്ല അഘോര കായകൽപ്പ ചികിത്സ. താങ്കളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കാൻ എന്തൊക്കെ വേണമോ അതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യാറ്. താങ്കളുടെ രോഗത്തെ ചികിത്സിക്കാൻ ഞാൻ ഡോക്ടറൊന്നും അല്ലല്ലോ. താങ്കളുടെ ആരോഗ്യത്തെപ്പറ്റി നമുക്കറിവുണ്ട്, താങ്കളുടെ പ്രകൃതിയെപ്പറ്റിയും താങ്കൾക്കുണ്ടായിരിക്കുന്ന വികൃതിയെപ്പറ്റിയും നമുക്കറിവുണ്ട്. അതിനനുസരിച്ച് താങ്കളുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കുമ്പോൾ താങ്കൾക്ക് സന്തോഷം ഉണ്ടാവും, നല്ല ഹെൽത്തി വൈബ്രൻസി ഉണ്ടാവും. ഇതൊക്കെയാണ് ആയുർവേദത്തിലെ ചികിത്സയ്ക്കൊപ്പം തന്നെ ഈ അഘോര കായകൽപ്പ ചികിത്സ എന്ന പ്രാധാന്യമേറിയ, ഇന്നത്തെ കാലത്ത് ഈ കലിയുഗത്തിലെ അതിപ്രാധാന്യമേറിയ ചികിത്സാ സമ്പ്രദായം അല്ലെങ്കിൽ ആരോഗ്യ പുനഃസ്ഥാപന സമ്പ്രദായം വളർന്നു വരാൻ പോകുന്നത്. അത് പറഞ്ഞപ്പോൾ ഇതേ പ്രാധാന്യമുള്ള അങ്ങ് നിർദ്ദേശിക്കുന്ന ഒരു തന്ത്രം ഉണ്ടല്ലോ, അഘോര തന്ത്രം, അതും കൂടെ ഒന്ന് വിശദീകരിച്ച് തരാൻ പറ്റും? ഇതെല്ലാം ഹാൻഡ് ടു ഹാൻഡ് ചേർന്ന് പോകുന്ന, കാരണം മനസ്സ് ശരീരം ഇതിനൊന്ന് വേർതിരിച്ച് കാണാൻ നമുക്ക് പാരമ്പര്യത്തിൽ വിധിയില്ല. മനസ്സ് എന്നാൽ ശരീരത്തിൻ്റെ സൂക്ഷ്മം, ശരീരം എന്നാൽ മനസ്സിൻ്റെ സ്ഥൂലം. അതുകൊണ്ടാണ് നമ്മളെല്ലാം ഒരേ ഭക്ഷണം കഴിച്ചാലും ശരീരം വ്യത്യസ്തമായി രൂപപ്പെടുന്നത്. നമ്മളുടെ ഓരോരുത്തരും മനസ്സും മനഃസ്ഥിതിയും നമ്മളുടെയൊക്കെ പ്രകൃതിയും ഒക്കെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഇതിൽ അഘോരതന്ത്രം എന്നാൽ നമ്മുടെ ഈ മനസ്സിൻ്റെ, ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ നാഥനായിരിക്കുന്ന ആ മനസ്സ്, അതിനെ മാനേജ് ചെയ്തലാണ് ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം. അഘോരതന്ത്രം എന്നാൽ മൈൻഡ് മാനേജ്മെൻറ്റ് ടെക്നോളജി എന്ന് വിളിക്കാം. ഇന്ന് ടെക്നോളജിയുടെ കാലമാണല്ലോ. മനസ്സിനെ എങ്ങനെയാണ്, കാരണം മനസ്സിൻ്റെ ചലനങ്ങൾ എങ്ങനെയാണ്, വിചാരവികാരങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻ, ഇതൊക്കെ നമുക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുക. നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്കതിനെ മാനേജ് ചെയ്യാനോ നമുക്കതിനെ കൺട്രോൾ ചെയ്യാനോ ഡൈവേർട്ട് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ലല്ലോ. ഇതിന് വിധിയുണ്ട്, പാരമ്പര്യ വിധിയുണ്ട്. അഘോരതന്ത്രത്തിൽ അതിന് വിധിയുമുണ്ട്, വഴിയുമുണ്ട്. ഷോർട്ട് ആയിട്ട് നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനൊരു സാധനമാണ്, അങ്ങനൊരു ടെക്നോളജിയാണ് ഈ അഘോര തന്ത്രം എന്ന് വിളിക്കുന്നത്. മഹാരാജന്റെ പല വീഡിയോസിലും സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ പുരുഷ സ്ത്രീ തമ്മിലുള്ള വ്യത്യാസം? തന്ത്രയിൽ എന്തുകൊണ്ടാണ് സ്ത്രീക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? തന്ത്ര കാണുന്നത് എന്തെന്നാൽ, ഈ പ്രകൃതിയില്ലേ, ഈ പച്ചപ്പ്, ഈ ഹരിതാഭം, ഈ ജീവികൾ, ഈ ജീവജാലങ്ങൾ, ഈ ആകാശം, വായു, ജലം, ഇതെല്ലാം പ്രത്യക്ഷ സ്വരൂപനായ ഈശ്വരനാണ്. ആ ഈശ്വരൻ്റെ പൂർണ്ണ സ്വരൂപമാണ് സ്ത്രീ. സ്വാഭാവികമായിട്ടും സ്ത്രീക്കല്ലേ പ്രാധാന്യം വരിക. സ്ത്രീ, പുരുഷൻ, സ്ത്രീ എന്ന് പറയുമ്പോൾ അടിസ്ഥാനമായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കാം. ഈ പുരുഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന ആണുങ്ങൾ അല്ലേ, ഈ ആണെന്ന് പറയുന്നതും ശരീരവും മനസ്സിനെയൊക്കെയല്ലേ നമ്മൾ കാണുന്നുള്ളൂ. ഈ ശരീരവും മനസ്സും സ്ത്രീയല്ലേ. അപ്പോൾ ഈ പുരുഷൻ എന്ന് നമ്മൾ സാമാന്യഗതി ഉദ്ദേശിക്കുന്നതും സ്ത്രീയെ തന്നെയാണ്, പുരുഷരൂപികളായ സ്ത്രീകൾ. കാരണം ശരീരം പ്രകൃതിയുടെയാണ്, ഇത് പരിണമിച്ചുകൊണ്ടേയിരിക്കുക അല്ലേ. മനസ്സെന്ന് വെച്ചാലോ നിരന്തരം പരിണമിക്കുക. നിരന്തരം പരിണമിക്കുന്ന മനസ്സും നിരന്തരം പരിണമിക്കുന്ന ശരീരവും പ്രകൃതിയുടെയാണ്. പരിണാമം പ്രകൃതിയുടെ സ്വഭാവമാണ്. അപ്പൊ പുരുഷൻ എന്ന് നമ്മൾ സാമാന്യഗതി കാണുന്നതും സ്ത്രീ തന്നെയാണ്. അപ്പൊ എന്താണ് ഈ പുരുഷൻ? അസ്ഥിര തത്വം ഇല്ലേ, നിശ്ചല തത്വം, അശാന്തതത്വം, അതിനെയാ പുരുഷനെ വിളിക്കുന്നത്, അല്ല ശരീര മനസ്സുകളെ അല്ല. അപ്പൊ ഈ കാണപ്പെടുന്നത്, ഈ കാണുന്നതെല്ലാം തന്നെ
സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീക്ക് തന്ത്ര പ്രാധാന്യം കൊടുക്കാതിരിക്കുമോ? കാരണം തന്ത്രം വളരെ പ്രാക്ടിക്കലാണ്. ഈ ലോകത്ത് ഇപ്പോൾ ഈ നിമിഷം ജീവിക്കാനുള്ള, ഈ നിമിഷം ആനന്ദിക്കാനുള്ള, ഈ നിമിഷം ആസ്വദിക്കാനുള്ള മാർഗങ്ങളെ പറഞ്ഞിരുന്ന ശാസ്ത്രമല്ലേ തന്ത്ര. അപ്പോൾ തന്ത്ര സ്ത്രീക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതല്ലേ? ഇപ്പം ഈ കാണപ്പെടുന്നതൊക്കെ സ്ത്രീയാണ്. ഈ കാണപ്പെടുന്നതിനെല്ലാം കാണുന്നവനുണ്ടല്ലോ, അവൻ മാത്രമാണ് പുരുഷൻ. അപ്പോൾ ബാക്കിയെല്ലാം സ്ത്രീയാണ്. അതുകൊണ്ട് തന്ത്രത്തിൽ പരമപ്രാധാന്യം സ്ത്രീക്കാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സ് സ്ത്രീയാണ്, ശരീരം സ്ത്രീയാണ്, പ്രകൃതി സ്ത്രീയാണ്, സർവ്വതും സ്ത്രീയാണ്. അതുകൊണ്ടാണ് അമ്മ ദൈവങ്ങളെ നമ്മൾ കൂടുതൽ ആരാധിക്കുന്നത്. കാളി, ശക്തി എന്നൊക്കെ പേരിട്ട്. പിന്നെ ശക്തിയില്ലെങ്കിൽ ശിവന് നിഷ്ഫലം തന്നെ. ശക്തിയില്ലെങ്കിൽ ചലനം ഉണ്ടോ? ചലനമില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? പ്രകൃതി ഉണ്ടോ? ജീവിതമുണ്ടോ? ഇല്ലല്ലോ. അപ്പം ജീവിതത്തിൻ്റെ മുഴുവൻ ചലനമാണ് ആധാരമായിരിക്കുന്നത്. ആ ചലനത്തെയാണ് സ്ത്രീ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീക്ക് തന്ത്രം പരമപ്രാധാന്യം കൊടുത്തിരിക്കുന്നു. മനസ്സിലായോ? ഇത് കാക്കളം സർപ്പക്കാവാണ്. അനാദികാലം മുതൽ നിരവധി പ്രാചീന കുണ്ടലിനി യോഗിമാരുടെ സമാധിയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. സർപ്പക്കുളത്തിനരികിൽ പുതിയൊരു സർപ്പത്തറയും ഉടൻ നിർമ്മിക്കപ്പെടുന്നു. വിശാലമായ ഈ ആശ്രമത്തിന്റെ പലയിടങ്ങളിലായിട്ട് പോഷകസമ്പന്നമായ നിരവധി പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് കാണാൻ സാധിച്ചു. കാക്കളം കാവിലെ പാലാവൈദ്യരുടെ പുരാതന വൈദ്യശാലയിലാണ് അഘോരി മഹാരാജ് ഇന്ന് കുടുംബസമേതം താമസിച്ചു വരുന്നത്. സർപ്പക്കുളം ഈ കാവിന്റെ കുളമാണ്. ഇത് എന്ന് കാലം തൊട്ട് കാവുണ്ടോ അന്ന് കാലം തൊട്ട് കുളവുണ്ട്. ഈ കുളത്തിലെ വെള്ളമായി നാട്ടിലെല്ലാവരും കുടിക്കൊണ്ടിരുന്നത്. നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇപ്പോഴും അതെ, ആരോഗ്യദായകമാണ്. വേറെ ഒന്നുമായിട്ട് ബന്ധമില്ല. നല്ല പരിശുദ്ധമായ വെള്ളമുണ്ട്. ഇപ്പോഴാണെങ്കിൽ മഴവെള്ളം പ്രത്യേകിച്ച് ഇറക്കി വിടുന്നു. നല്ല വെള്ളമാണ് സർപ്പക്കുളം. കാക്കളം കാവിലെ സർപ്പക്കുളം. കളരി എന്നത് അഘോരി മഹാരാജ് പ്രാവീണ്യം നേടിയ മറ്റൊരു മേഖലയാണ്. അദ്ദേഹം സൃഷ്ടിച്ച അയോധന കലയാണ് നിയുധ. ശ്രീ നളകുമാരനിൽ നിന്ന് തെക്കൻ കളരി അഭ്യസിച്ചാണ് മഹാരാജ് കളരിയിലേക്ക് പ്രവേശിച്ചത്. പിന്നീട് ശ്രീ വെങ്കടാചലത്തിൽ നിന്ന് കഠിന യോഗയിലേക്കും അദ്ദേഹം ദീക്ഷ നേടി. അഘോരി മഹാരാജിന്റെ അഭിപ്രായത്തിൽ കളരി ഒരു അയോധന കല എന്നതിലുമുപരി ആത്മീയമായ ഒരു വിധാനമാണ്. മനസ്സിനെ നിയന്ത്രിക്കാനും വികാരങ്ങളെ ശമിപ്പിക്കാനും വ്യക്തിത്വത്തിൽ സ്ഥിരത കൊണ്ടുവരാനും കളരി സഹായകമാണ്. ഇതാണ് ചാമുണ്ഡി ധുന. ഇവിടെയാണ് മഹാരാജ് അദ്ദേഹത്തിന്റെ അതികഠിന സാധനാ കാലഘട്ടം ചിലവഴിച്ചത്. ഇതാണ് ഭൈരവ ധുന.
ഈ ധുണ സാമാന്യ ലോകത്തിനപ്പുറമുള്ള ഊർജങ്ങളുടെ സങ്കേതമാകുന്നു. അതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്തിന് ശേഷം മഹാരാജന്റെ സാന്നിധ്യത്തിലല്ലാതെ ആർക്കും അങ്ങോട്ട് പ്രവേശിക്കാൻ അനുമതിയില്ല. മഹാരാജ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോഗ്രാം ഈ കുട്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ സൗന്ദര്യത്തെ പറ്റി അറിയുമോ? ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പൊ കുട്ടനാട് നമുക്കൊന്ന് കറങ്ങി കാണാം. കുട്ടനാട് സൗന്ദര്യം നമുക്കൊന്ന് ആസ്വദിക്കാം. അതിന് വട്ടക്കാൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കൂടാതെ ഇപ്പോ അധികം നെല്ല് കൃഷി അതൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിന്റെ നാടിന്റെ സൗന്ദര്യം ഒന്ന് കണ്ടു നോക്കാം. വരൂ വരൂ. മുമ്പ് ധാരാളം പ്ലാവുകൾ ഉണ്ടായിരുന്നു നാട്ടിൽ. ഇപ്പോ പ്ലാവുകൾ ഇല്ലാണ്ടായി. വെള്ളം കൊണ്ടല്ല, വെള്ളം ധാരാളമായി. ധാരാളം വെള്ളപ്പൊക്കം ഉണ്ടാവുന്നുണ്ട് നാട്ടില്. മുമ്പ് കാലത്ത് ഇതിനു വേണ്ടും ദിവസങ്ങളിലൊന്നും നിൽക്കില്ലായിരുന്നു. അടുത്ത കാലങ്ങളില് വെള്ളപ്പൊക്കം കുട്ടനാട്ടിൽ കൂടുതലാണ്. അതുകൊണ്ട് ഒട്ടുമുക്കാലും ആൾക്കാര് കുട്ടനാടൊക്കെ വിട്ട് കരപ്രദേശങ്ങളിൽ കയറി താമസിക്കുന്ന ഒരു പ്രവണതയുണ്ട് ഇപ്പോ. മനസ്സിലായി. ആലപ്പുഴയ്ക്കും ചങ്ങനാശ്ശേരിക്കും മറ്റുള്ള വശങ്ങളിലേക്കൊക്കെ ആൾക്കാർ കടന്നു പോവുകയാണ്. നാട് ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഒത്തിരിയേറെ സ്ഥലങ്ങൾ വേക്കന്റ് അയക്കുന്നു, ഒത്തിരിയേറെ വീടുകൾ വെറുതെ കിടന്നു പോകുന്നു. അങ്ങനത്തെ അവസ്ഥയുണ്ട്. എങ്കിലും പൊതുവിൽ ജനസംഖ്യ കൂടി കൂടി വരുന്നതാണ് കുട്ടനാട്ടിലും കാണുന്നത്. ആൾക്കാരെ ഉപേക്ഷിച്ച് പോകുന്നുവെങ്കിലും എന്തോ എനിക്ക് ഈ നാട് വളരെ ഇഷ്ടമാണ്. പിന്നെ അനുദിന ഉഷ്ണവും കൂടി വരുന്നുണ്ടല്ലോ. മറ്റു സ്ഥലങ്ങളിലെല്ലാം ചൂട് കൂടുന്ന പോലെ ഇവിടെയും ചൂട് കൂടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ടേ, വെള്ളം കൂടുതലുള്ളതുകൊണ്ട് ആവി കൂടും, വിയർപ്പ്, ഹ്യൂമിഡിറ്റി കൂടുതലുണ്ട്. അതിന്റെ ഫലമായിട്ട് വിയർപ്പ് ധാരാളം അനുഭവപ്പെടും. പക്ഷെ ചെടിയും മരങ്ങളും ഉള്ള നമ്മുടെ ആനന്ദാമിൽ അത്രയേറെ ചൂട് അനുഭവപ്പെടാറില്ലല്ലോ. അതെ, അത് ശരിയാണ്. മനുഷ്യര് വലിയ വലിയ വൃക്ഷങ്ങളെല്ലാം പണ്ട് കാലത്ത് കൈയടിച്ചാൽ എത്താത്ത അത്ര വലിയ വൃക്ഷങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു നാട്ടില്. അപ്പൊ അതൊന്നും കാണാനില്ലാതായി. എല്ലാം വെട്ടി മനുഷ്യൻ ഓരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചു. ഈ പൊള്ളയായി കിടക്കുന്ന ഈ സ്ഥലങ്ങളൊക്കെ കൃഷിയിടങ്ങളായിരുന്നു. എങ്കിലും കുട്ടനാട്ടിൽ ഇപ്പോഴും ഒട്ടുമുക്കാൽ സ്ഥലത്ത് കൃഷി ചെയ്തു വരുന്നുണ്ട്. മിക്കവാറും കായലുകളൊക്കെ നികത്തിയെടുത്താണല്ലോ ഇവിടുത്തെ കൃഷി സ്ഥലങ്ങൾ. മഹാരാജ്, നേരത്തെ അങ്ങ് പറയണ്ടായി ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അങ്ങ് ഇവിടെ വന്നു, കുറച്ച് കർമ്മ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതില് ഇത് ആർക്ക് വേണ്ടിയാണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് വെച്ചിട്ടാണെങ്കിൽ ഈ ലക്ഷ്യബോധമില്ലാത്തവർ എന്ന് അങ്ങ് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താ? പൊതുവിൽ മനുഷ്യരെ ഇപ്പോ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഒട്ടുമുക്കാലും ആൾക്കാർക്ക് ഒരു ലക്ഷ്യബോധമില്ല. ചതഞ്ഞരഞ്ഞ് ജീവിക്കുന്ന പോലെയാണ് ഒട്ടുമുക്കാലും മനുഷ്യൻ ജീവിക്കുന്നത്. ജീവിതത്തിൽ ലക്ഷ്യമുണ്ടെങ്കിൽ, അതിൽ ഏകാഗ്രത ഉണ്ടെങ്കിൽ തീർച്ചയായും മനുഷ്യൻ സുഖകരമായി ജീവിക്കാൻ സാധ്യമാണ്. എന്തുകൊണ്ടെന്നാൽ ആ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും അവന്റെ മനസ്സും അവന്റെ ഊർജവും ഒക്കെ നിലകൊള്ളുന്നത്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ അവനെ പ്രകൃതി രക്ഷിച്ചുകൊള്ളും. അങ്ങനെയുള്ള പ്രത്യേകിച്ചും അധികം പ്രായമാകാത്ത ചെറുപ്പക്കാര്, കുട്ടികള്, അല്ലെ, വിദ്യാർത്ഥികള്, ഇവർക്കാണല്ലോ പുതിയ തലമുറയ്ക്ക്. അവരെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യബോധമില്ലാത്ത പുതിയ തലമുറ. ആ തലമുറയ്ക്ക് ഒരു മാർഗനിർദ്ദേശം കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന ലക്ഷ്യബോധം, അതായത് ഒരു ഗോൾ സെറ്റിംഗ് അത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രധാന ഉദ്ദേശം. അപ്പൊ ഈ പ്രക്രിയ നടത്തുന്ന സമയത്ത് അങ്ങയുടെ ഈ തന്ത്രവിധി പ്രകാരമുള്ള എന്തെങ്കിലും ഇതിൽ ഉണ്ടാവാറുണ്ടോ, അതോ ഉപദേശം മാത്രമാണോ? അല്ല, തീർച്ചയായും അവരിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തി ഉണർത്താത്ത കാലത്തോളം ലക്ഷ്യത്തിൽ സ്ഥിരമായിട്ട് നിൽക്കാൻ സാധ്യമല്ലല്ലോ. അതിന് ഉപദേശം എന്നുള്ളത് ഒരു സൈക്കോളജിക്കൽ തലത്ത് ശരി തന്നെ. പക്ഷേ ഇന്നർ സ്റ്റേറ്റിലേക്ക് കിടക്കുമ്പോൾ അവരിൽ ഉറങ്ങിക്കിടക്കുന്ന ഊർജത്തെ ഉണർത്താത്ത കാലത്തോളം
അവർക്ക് ആ ലക്ഷ്യത്തെ നേടിയെടുക്കാൻ സാധ്യമാകുന്നതല്ല. അതിന് വേണ്ടുന്ന സപ്പോർട്ടുകൾ അഘോരതന്ത്രത്തിലൂടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. നമ്മളൊരു ചായക്കടയെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ മഹാരാജ്. നമ്മൾ താമസിച്ച് തന്നെ ചായ കുടിക്കാം. അടുത്ത് തന്നെയാണ്. നോക്കൂ, ഈ സ്ഥലങ്ങളൊക്കെ പണ്ട് ഇതിന്റെ സൈഡിൽ കൂടെ തന്നെ വലിയൊരു തോടായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഇപ്പൊ ഈ റോഡായി കാണപ്പെടുന്ന സ്ഥലമുണ്ടല്ലോ, ഈ സ്ഥലത്തൂടെ ഞാൻ ബോട്ടില് ഞങ്ങൾ കല്യാണത്തിനൊക്കെ വന്നത് ഓർക്കുന്നു. ഈ കാണുന്ന സ്ഥലം, ഇതിലൂടെ വലിയ ബോട്ടിൽ സഞ്ചരിച്ച് ഞങ്ങള് ആ ബോട്ട് നിർത്തുന്ന സ്ഥലം ഇന്ന് ഈ വേലി കെട്ടിരിക്കേണ്ടതാണ്. നോക്കൂ, ഈ സ്ഥലമെല്ലാം തോടുകളായിരുന്നു ഒരു കാലത്ത്. ഇതൊക്കെ എന്റെ കുട്ടിക്കാലത്ത് വന്നതായിട്ട് ഓർക്കുന്നു. ഇതാണ് കണ്ണാതി ദേവീക്ഷേത്രം. ഇവിടെയൊക്കെ നെൽകൃഷി കഴിഞ്ഞതാ. നെല്ല് കയറ്റിപ്പോയി. നെല്ല് സംഭരണം ഉള്ളത് കൊണ്ട് ഇപ്പോ കുട്ടനാട്ടിൽ ആരും വീട്ടിൽ നെല്ല് സൂക്ഷിക്കാറില്ല. പണ്ട് വീടുകളിൽ സൂക്ഷിച്ച് പുഴുങ്ങി കുത്തി അവന് വേണ്ടുന്ന നെല്ലുകളൊക്കെ കുത്തി അരിയാക്കി ഉപയോഗിക്കുമായിരുന്നു. ആ അരിക്കും ആ ചോറിനൊക്കെ എന്തൊരു സ്വാദായിരുന്നു എന്നോ. വെറും കഞ്ഞി അല്ലെങ്കിൽ ചോറ്, അല്പം അച്ചാറ്, ഇത് മാത്രം മതി. കഞ്ഞിവെള്ളമാണെങ്കിലോ വളരെ പുഷ്ടി തരുന്നൊരു വസ്തുവായിരുന്നു. ഇന്ന് കഞ്ഞിവെള്ളമൊക്കെ പച്ചവെള്ളം പോലെയായി. സ്റ്റാർച്ച് ഒന്നും ഇല്ലാന്ന് തോന്നുന്ന അരിയിൽ. അതുപോലെ സ്വാദില്ല. ചോറിന് വല്ലാത്ത സ്വാദായിരുന്നു. എന്ത് സ്വാദിഷ്ടമായ സരള ഭക്ഷണം, എന്ത് സുഖകരവും ആരോഗ്യപ്രദമായിരുന്നു. ഇനി അതൊക്കെ വീണ്ടും എടുക്കണം. നമുക്ക് വീണ്ടും പ്രകൃതിയിലേക്ക് തിരിച്ചു പോകണം. തീർച്ചയായും സ്വാഭാവിക കൃഷിയിലേക്ക് പോയി ആവശ്യമുള്ള കുറച്ചു പേർക്കെങ്കിലും നമുക്ക് അത്തരം ശുദ്ധമായ ഭക്ഷണം പ്രദാനം ചെയ്യാൻ സാധിക്കണം. ഇതൊക്കെ നമ്മുടെ ഒരു ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന ഒരു ആഗ്രഹമാണ്. നല്ല ആഹാരം കഴിക്കുക, ശുദ്ധമായ ആഹാരം, ശുദ്ധമായ വായു, ശുദ്ധമായ ജലം. നമ്മൾ അനന്തമല് മഴവെള്ളമാണല്ലോ ഉപയോഗിക്കുന്നത്, അറിയാമല്ലോ. അറിയാം. ശുദ്ധമായ ഇവിടെ നമുക്ക് ചായ കുടിച്ചാലോ? നാടൻ കടയാ, എന്ത് പറയണു? തീർച്ചയായും ഇവിടെ ആവില്ല. കുട്ടനാടിൻ്റെ ചരിത്രപരവും വിനോദസഞ്ചാരപരവുമായ മൂല്യങ്ങളെപ്പറ്റി അദ്ദേഹം വിശദീകരിച്ചു തന്നു. അനന്തമായ കായലുകൾ, സമൃദ്ധമായ നെൽവയലുകൾ, പ്രകൃതിയുടെ ശാന്തമായ താളം, അതിൽ തഴുകി വരുന്ന കുളിർമയേകിയ ഇളം തെന്നൽ. ഓരോ രംഗവും ഒരു കവിതയ്ക്ക് ജീവൻ പ്രാപിക്കുന്ന പോലെ തോന്നി. ഈ സ്ഥലം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും ഇത് ഇരട്ടി ആനന്ദമാണ്. മഹാരാജിൽ നിന്ന് അനുഗ്രഹങ്ങളും ജ്ഞാനവും സ്വീകരിക്കാനും അതേസമയം കുട്ടനാടിൻ്റെ പ്രകൃതി സൗന്ദര്യത്തിൽ മുഴുകാനുമുള്ള അവസരം. മഹാരാജനോടൊപ്പം ഈ ദിവസം വെറും ഒരു സന്ദർശനം മാത്രമായിരുന്നില്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നേക്കും ഞങ്ങളുടെ ഉള്ളിൽ ഒരു നിധി പോലെ കൊണ്ടു നടക്കാവുന്ന ഒന്ന്. മഹാരാജ് വളരെ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു ദിവസത്തിന് നന്ദി. അപ്പോ ഞങ്ങള് ഇറങ്ങട്ടെ. അങ്ങനെയാണെങ്കിൽ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ശ്രുതി, മഹാരാജുമായിട്ടുള്ള ഇന്നത്തെ ദിവസത്തെ എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു ദിവസമായിരുന്നു. കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ഇവിടെ വന്നിട്ട്. അവർക്കും കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ അതെ, അതുകൊണ്ട് നിങ്ങളും ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത് ചെറിയൊരു സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഇത്രേ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. പക്ഷെ ഇതിനെക്കാട്ടിലും കുറേ കാര്യങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് തന്നെ വിസിറ്റ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാം. സമയത്തിന്റെ കാര്യം പറഞ്ഞപ്പോ നമുക്കും പോവാൻ സമയമായി. അപ്പൊ നമുക്ക് തിരിച്ചാലോ? പോവാം. നമസ്തേ.